സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഹമ് മൗത്താണ്. മരണത്തെ പേടിക്കും പോലെ പേടിച്ചോ, മരണം നന്നാവാൻ വേണ്ടി കൊതിക്കും പോലെ കൊതിച്ചോ, മരണം നന്നാവാതിരിക്കാൻ വേണ്ടി പേടിക്കും പോലെ പേടിച്ചോ. അത് ഹമ് ആരാണെന്ന് ചോദിക്കുമ്പോ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അഖാരിബു സൗജിൽ മർഅത്തി, അത് പെണ്ണിനെക്കുള്ളതാണ്, ഭർത്താവിന്റെ കുടുംബക്കാരാണ്. ഏത് കുടുംബക്കാർക്ക്? അഖീഹി വ അമ്മിഹി, ഭർത്താവിന്റെ സഹോദരന്മാര്. അതായത് നമ്മുടെ നാടുകളിലൊക്കെ ഇളയച്ചൻ മൂത്തച്ഛൻ എന്നൊക്കെ പറയും. ചില നാട്ടിലൊക്കെ ഭർത്താവിൻ്റെതാത് സഹോദരൻ, അവന്റെ ജ്യേഷ്ഠന്റെ ഭാര്യനെ അമ്മായി എന്ന് വിളിക്കുന്ന നാടുണ്ടാവും. അപ്പൊ പ്രയോഗം മാറും. ഭർത്താവിന്റെ സഹോദരന്മാര്, ആ സഹോദരന്മാർ ഈ പെണ്ണിനെ സംബന്ധിച്ച് ആരാണ്? അള്ളാഹുവിന്റെ റസൂലാകുന്ന മുഅല്ലിമുൽ ആലം, ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുന്ന എന്താണ്? അത് മൗത്താണ്. നന്നാവാൻ വേണ്ടി ശ്രമിച്ചാൽ നന്നാവാം, അതല്ല വെടക്കായി പോകുമോ എന്ന് പേടിക്കേണ്ട കാര്യം മരണമാകുന്നു. ഇളച്ചനും മൂത്തച്ഛനും എന്നൊക്കെ പറയും നമ്മളവിടെ. ഇളച്ചനും മൂത്തച്ഛൻ, ചിലൊരു അനിയനും ചേട്ടൻ, അയ്യൻ കാക്ക, ഏട്ടൻ കാക്ക എന്നൊക്കെ പറയും. സംഗതി നിങ്ങൾക്ക് തിരിഞ്ഞാൽ മതി. തിരിഞ്ഞില്ലേ? ഇത് തിരിയണില്ലേ? തിരിഞ്ഞ കുറച്ച് താമസം പിടിക്കും തിരിയാൻ ഈ വിഷയം. അങ്ങനെ എന്നിട്ട് ജ്യേഷ്ഠന്റെ ഭാര്യ അനുജന്റെ ഭാര്യയുമായുള്ള സമ്പർക്ക ജീവിതങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ, ചില സ്വീകരണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമമാണ്. ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? നമ്മളെ കൊണ്ടുപോയിരിക്കുന്ന ജ്യേഷ്ഠൻ നമ്മളുമായി സംസാരിച്ച് നേരം പോക്കുണ്ടാക്കിയിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ കിച്ചന്റെ ഉള്ളിൽ നടക്കുക ആരാണ്? മൂത്തച്ചി, ജ്യേഷ്ഠന്റെ ഭാര്യ, അല്ലെ അനുജന്റെ ഭാര്യയും ഈ ചെറുപ്പക്കാരായ യുവാക്കളാവുന്ന ജ്യേഷ്ഠാനുജന്മാരും കൂടി ഭക്ഷണം ഉണ്ടാക്കലും ചിരിക്കലും കളിക്കലും എന്തോ ഒരു ഉല്ലാസമാണ്. റഹ്മാനായ തമ്പുരാനെ ഇതെല്ലാം റബ്ബിന്റെ മുമ്പിൽ വിലയിരുത്തുമ്പോ സാധുക്കളാ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സഹോദര? നല്ല താടിക്കാരനാണ്, നല്ല തലയെക്കെട്ടുകാരനാണ്, നിസ്കാരത്താമ്പുണ്ട്, തസ്ബീഹിമാല കയ്യിലുണ്ട്, നിസ്കരിച്ചാൽ പെട്ടെന്ന് പള്ളിയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല, ഖുർആൻ ഓതാതെ പോരുകയില്ല, അലിഫ് ലാം മീം സജദ എന്നും ഓതുന്നുണ്ട്, അതുപോലെ സൂറത്തുൽ വാഖിഅ പതിവാക്കുന്നുണ്ട്, സൂറത്തുൽ മുൽക്ക് ഓതുന്നുണ്ട്. പക്ഷേ റഹ്മാനായ തമ്പുരാൻ പരസ്യമായി ഹറാമാക്കിയ കാര്യം സൂക്ഷിക്കാൻ ഈ സാധുവിന് കഴിഞ്ഞില്ല. ഏറ്റവും വലിയ ഡേഞ്ചറാണ്. നിങ്ങൾ അന്വേഷിച്ചോ, എഴുതി വെച്ചോ, ചോദിക്ക്. ഇത് അതിന്റെ ശരിയല്ലേ? ഞാനിതിന്റെ ശറഹുകളൊക്കെ ചുരുക്കി പറയുകയാണ്. വളരെ ഗൗരവമാണ്. ആർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുമെന്ന് എല്ലാവർക്കും സാധിക്കാത്തൊരു നിയമം അള്ളാഹു നടപ്പിലാക്കിയില്ല. അതല്ലേ റബ്ബ് പറഞ്ഞത്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ വൃത്തികെട്ടതായ ഒരു ജീവിതമാണ് അധിക ആളുകളും ഉള്ളത്. ആണും പെണ്ണും ഇടകലരുക, കാണാൻ പാടില്ലാത്ത ആളുകളുമായി കൂടി കലർന്നുകൊണ്ട് സന്തോഷങ്ങളും ആഹ്ലാദങ്ങളുമായി അധിക വീടുകളിലും. ചില വീടുകളിലൊക്കെ നാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് നമ്മൾ ഏൽപ്പിച്ച് പോരുന്നത് ആരുടെയാണ് ഏൽപ്പിക്കുന്നത്? കാറിന്റെ ഡ്രൈവറോട് പറയാണ്, വീടൊക്കെ ശ്രദ്ധിക്കണം, പെണ്ണുങ്ങളെ കുട്ടികളൊക്കെ നല്ല നോക്കണം. മുപ്പര് നല്ല നോക്കി അന്ന് തന്നെ തുടങ്ങി. പരിപാടി മുപ്പര് എന്താ, ഇയാള് പൂർണ്ണമായ അനുമതി ഉണ്ടല്ലോ, റെക്കമെൻഡ് ഉണ്ടല്ലോ. വീട്ടുകാരൊക്കെ കുറച്ച് എന്ത് ചെയ്ത് ശക്തിയായി പ്രഹരിച്ച് പ്രതിരോധിച്ച്, പക്ഷേ നടന്നില്ല. എന്നെ ഏൽപ്പിച്ച കാര്യല്ലേ? എന്തെല്ലാം അപകടങ്ങളും വഷളായിരിക്കും അന്തരീക്ഷങ്ങൾ നാടുകളിലൊക്കെ സംഭവിക്കുന്നു. ഇനി അതൊന്നും സംഭവിച്ചില്ല എങ്കിലും നമ്മുടെ വീട്ടിൽ നാം ഇവിടുന്ന് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുപോയ പൈസ കൊണ്ടൊരു വാഹനങ്ങളൊക്കെ വാങ്ങിയിട്ടിട്ട് ഏതോ ഒരു ഗോപാലനെയോ രാമനെയോ ചന്ദ്രനെയോ ഒക്കെ ഡ്രൈവറാക്കി വെച്ചു, അല്ലെങ്കിൽ അബ്ദുല്ലാനെയോ അബ്ദുൽ ഗഫൂറിനെയൊക്കെ ഡ്രൈവറാക്കി വെച്ചു, അവനെ വീട് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഇവളിവനോട് പോകുന്നതോടുകൂടെ വണ്ടി എടുത്തുകൊണ്ട് ഇഷ്ടാനുസരണം സഞ്ചരിക്കുക, ബാങ്കിൽ പോവാനും അതുപോലെ തന്നെ ഓഫീസുകളിൽ പോവാനും കല്യാണത്തിന് പോവാനും എല്ലായിടത്തും പോവാനും മരിച്ചോടത്ത് പോകാനും. എടുക്കാൻ മരിച്ചോടത്ത് പോകുന്നത് ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ ഇതിനൊരു ക്ലാസ് വേറെ എടുക്കാൻ പറ്റുകയില്ല. ഇതൊക്കെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. എടുക്കുന്നവർക്ക് എടുക്കാം. കൊള്ളാനും തള്ളാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ. എവിടുക്കാ പോകുന്നത്? വീടിന് ഭർത്താവ് വിവരം അറിയിച്ചു. എന്താ വിവരം അറിയിക്കുന്നത്? എന്റെ ഒരു സഹോദരനുണ്ട്, ആ സഹോദരന്റെ വീട്ടിലൊരാൾ മരിച്ചിട്ടുണ്ട്, ഈ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഇവള് ഇറങ്ങി. ആരാ കൂടെ പോകാൻ? ആരുമില്ല. ആ ഡ്രൈവറെ വിളിച്ചു, ഇറങ്ങി. അവിടെ എത്തുന്നവരേക്കുള്ള ഹറാമിയത്തിന്റെ പുറമെ എവിടുക്കാ ഇവിടെ പോകുന്നത്? ഇവിടേക്ക് അവിടെ പോകാൻ അധികാരമുണ്ടോ? ആ മയ്യത്ത് കാണാൻ ഇവർക്ക് ഇസ്ലാമിയ ശറയായിട്ട് എന്ത് വകുപ്പാണുള്ളത്? എന്ത് വകുപ്പാണുള്ളത്? നിങ്ങൾ അന്വേഷിക്കുക. എന്ത് വകുപ്പാണുള്ളത്? ഒരു വകുപ്പുമില്ല. ഒരു വകുപ്പും കൂടെ ഇല്ല. ഇവള് ചെല്ലലും അവിടെ സന്തോഷിക്കലും സഹകരിക്കലും എന്തോ ഒരു സന്തോഷമാണ്, എന്തോ ഒരു സ്വീകരണമാണ് ആ വീട്ടിലുള്ളത്. ഇതൊക്കെ തോന്നിയവാസങ്ങളാണ്. ഇത് താടിമ്പലോ തലയെക്കിട്ടുമ്പലോ അല്ലെങ്കിൽ നിസ്കാരത്താമ്പുമ്പലോ പൊറുക്കപ്പെടുന്നതായ കാര്യമല്ല എന്ന് ഞാൻ അവസാനം വെച്ച് പറഞ്ഞ് മറ്റു വിഷയത്തിലേക്ക് പോവുകയാണ്. ഇത് വേഗത്തിൽ നമ്മൾ ചൂടാക്കുന്നത് എന്താണ്ടാ? ഇതൊക്കെ പല ആളുകളിൽ നിന്നും അനുഭവങ്ങൾ. നമ്മളുമായി ബന്ധവും അടുപ്പമുള്ള ആളുകളൊക്കെ നമ്മളെ സ്വീകരിച്ച് കൊണ്ടുപോകുമ്പോൾ ആ വീടുകളിൽ നടക്കുന്ന കോലാഹലങ്ങളും മോശമായിരിക്കുന്ന സ്വഭാവ രീതികളൊക്കെ നമുക്ക് ചിലപ്പോൾ അവിടെ നിന്നും പറയാൻ കഴിയില്ല. അവിടുന്ന് പറയാൻ കഴിയാത്ത എന്താ? ഒന്നാമത്തത് അവിടുത്തെ സ്വീകരണത്തിന്റെ ഊക്കൊണ്ടും ഉണ്ടാൻ കഴിയില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമ്മൾ അമ്പിയാക്കളോ ഔലിയാക്കളോ ഒന്നല്ലല്ലോ. അത്ര നല്ല നല്ല സാധനങ്ങൾ, എന്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നല്ല സാധനങ്ങൾ ഇങ്ങനെ വായിലിങ്ങനെ വെച്ചാൽ സ്വയമായിട്ട് ഇങ്ങനെ ഈ ഫാക്സ് പോകും പോലെ ഇങ്ങനെ പോകും.
അത്ര നല്ല സാധനം. പിന്നെ അവിടെ വെച്ചിട്ട് ഈ തോന്നിയ സംഘടന ചെയ്യണത് ശരിയല്ല പറഞ്ഞാല് പിന്നെ എല്ലാം പോയ തന്നെ. അപ്പൊ ഈ ഇങ്ങനെ ഒരു വേദിയെങ്കിലും ഉപയോഗപ്പെടുത്തിയിട്ട് തല്ല ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറയാം, നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. ഇനി ഇതിന്റെ ഫുറൂഇയാത്തുകൾ ഒരുപാട് പറയാറുണ്ട്. അതുകൊണ്ട് പൊന്നാര സഹോദരിമാരെ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിരിക്കുന്ന ഉരീത്തുകുന്ന അക്സറ അഹ്ലിന്നാർ, നിങ്ങൾ നരകത്തിന്റെ കൊള്ളികളായി വിറകുകളായി കൂടുതലായി ഞാൻ കാണുകയാണ്. നബിതങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ് ഇത് കാരണമെന്ന് ഒരു സഹാബിയത്തായ പെണ്ണ് ചോദിക്കുന്നു. ബിമയാ റസൂലല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് കഷ്ടപ്പാടുകൾ കൂടുതലാണ്. ഗർഭം ധരിക്കാൻ ഞങ്ങളാണുള്ളത്, പ്രസവിക്കാൻ ഞങ്ങളാണുള്ളത്, മക്കളെ പോറ്റാൻ ഞങ്ങളാണുള്ളത്, വീട് കാക്കാൻ ഞങ്ങളാണ്, വസ്ത്രമലക്കാൻ ഞങ്ങളാണ്, ഭക്ഷണം ഉണ്ടാക്കാൻ ഞങ്ങളാണ്, നബിയെ ചീത്ത കേൾക്കാൻ ഞങ്ങളാണ്, അമ്മായിമ പോരേൽക്കാൻ ഞങ്ങളാണുള്ളത്. എന്താണ് ഞങ്ങൾ നരകത്തിൽ പോകാനുള്ള കാരണം യാ റസൂലല്ലാഹ്? നബിതങ്ങൾ പറയാണ്, നിങ്ങൾക്ക് നന്ദികെട്ട സ്വഭാവങ്ങൾ കൂടുതലുണ്ട്, നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുകയില്ല, നിങ്ങൾക്ക് വേണ്ടത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് ദുസ്വഭാവങ്ങളൊക്കെ നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് സൂക്ഷിക്കാൻ വേണ്ടിയാണ് നബിതങ്ങൾ പറയുന്നത്. അങ്ങനെ ആയിട്ട് നരകത്തിൽ പോവാനല്ല. അതുകൊണ്ട് പൊന്നാര സഹോദരിമാരെ, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ അന്യതായിരിക്കുന്ന പുരുഷന്മാരെ കാണുന്നത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയൽ വീട്ടിലുള്ളതായ ഒരു പുരുഷനെ കുറ്റി ഗൗരവം പറഞ്ഞില്ല, നാട്ടുകാരായിരിക്കുന്ന ആളുകളെ ഗൗരവം പറഞ്ഞില്ല. പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹമു വൽ മൗത്ത്, ഹമു മൗത്താണ്, മൽഹമു യാ റസൂലല്ലാഹ് അതാരാണെന്ന് ചോദിക്കുമ്പോൾ അഖാരിബു സൗജിൽ മർആ കഅഖീഹി വ ഉമ്മിഹി കഅഖീഹി വ അമ്മിഹി, ഭർത്താവിന്റെ എളാപ്പ മൂത്താപ്പമാര്, ഇവൾക്ക് ആർക്ക് ഈ പെണ്ണിനെ കാണാൻ അധികാരമില്ല. ജ്യേഷ്ഠന്റെ മകന്റെ ഭാര്യ കണ്ടൂടെ? വെള്ളക്കട്ടിൽ പിന്നെ ആരുടെ കാണാ? അപ്പൊ ചെക്കൻ പറഞ്ഞു, എളാപ്പാട് നിങ്ങൾ ഇവിടെ വരണ്ട, വെള്ളം കാണാൻ പറ്റില്ല, എനിക്ക് കാണാൻ പറ്റാത്തൊരു പെണ്ണിനെ അടഞ്ഞ് കെട്ടിക്കൊടുത്ത് തേണ്ടി. അപ്പൊ ജ്യേഷ്ഠൻ വന്ന് പറഞ്ഞു, ഞാൻ വീട്ടിൽ വന്നപ്പോ ഞാൻ നമ്മുടെ കുഞ്ഞാപ്പൂനോട് പറഞ്ഞു എന്റെ ഭാര്യ ഒന്ന് കാണട്ടെ. അപ്പം പറഞ്ഞു കാണാൻ പാടില്ലാന്ന്. അപ്പൊ തന്നോട് ചൂടായില്ല, എടാ എന്റെ അനുജൻ വീട്ടിൽ വന്നിട്ട് എന്റെ പെണ്ണിനെ കാണിച്ചൊരു കൊണ്ടേക്കട പെണ്ണിനെ, അങ്ങനത്തെ ഒരു തീരുന്ന മറ്റേ ആരാണ് എനിക്കിത് പഠിപ്പിച്ചത്? കള്ള ഈ കണ്ട കാലം തിന്നാൻ തന്നത് പോക്കണം കേട്ടോ. എന്ന് വെച്ചാൽ കുടുംബം അകത്താൻ വേണ്ടിയിട്ട് ജീവിക്കണനാ. ഞാനിങ്ങനൊക്കെ ഒത്തൊരുമിച്ച് അടുപ്പിച്ച് എന്നെ കൊണ്ടുവരുമ്പോ ഇതാര് പഠിപ്പിച്ചെന്നടാ? ഇതാണ് നാടൻ ഇസ്ലാമിയത്ത്. ഞാൻ ഈ പറയുന്നൊരു പുത്തിരിയായ കാര്യമൊന്നുമല്ല, ഇത് എല്ലാ രാജ്യങ്ങളിലേക്കും വേണ്ടതാ. ഇത് നമ്മുടെ നാട്ടിലേക്ക് മലപ്പുറം ജില്ലയിലേക്കോ കോഴിക്കോട് ജില്ലയിലേക്കോ തൃശ്ശൂരോ കന്യാകുമാരിയോ കാസർകോട്ടേക്ക് മാത്രമുള്ളതല്ല, ഇത് ആഗോള അടിസ്ഥാനത്തിലുള്ളൊരു കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീന് പഠിപ്പിച്ചതാകുന്നു. ഇത് ദീനാ. അതുകൊണ്ട് ഉൾക്കൊള്ളാൻ ആർക്കെങ്കിലും ഒരു സെക്കൻഡെങ്കിലും സാധിച്ചെങ്കിൽ അൽഹംദുലില്ലാഹ് എത്ര ഭാഗ്യമാണ്. ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ, എത്രയോ ആളുകൾ അവരെ ഭാര്യമാരെ ഇസ്ലാമികമായ ചട്ടക്കൂട്ടത്തിൽ ജീവിപ്പിച്ചതായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ബുർഖടാതെ കണ്ട് തലയും മുലയെല്ലാം പുറത്തു കാട്ടി അങ്ങാടികളിലൊക്കെ തെണ്ടി നടന്നിരുന്ന എല്ലാ ഷോപ്പുകളിലും കയറി ഇറങ്ങാൻ വേണ്ടി കഴുത്തിൽ സാധാരണ ഇംഗ്ലീഷുകാർ പട്ടിയെ കഴുത്തിൽ ചങ്ങലിട്ട് കൊണ്ടുപോകും പോലെ പുരുഷന്മാർ കൊണ്ടുപോയി കടകളിലൊക്കെ കയറ്റിയിട്ട് സാധനത്തിനൊക്കെ വില ചോദിച്ച് ചിരിച്ച് കളിച്ച് മതിച്ച് നടന്നിരുന്ന ആളുകൾ പരിശുദ്ധമായിരിക്കുന്ന മജ്ലിസുകളിലൊക്കെ വന്നിരുന്നിട്ട് അവരെന്തെല്ലാം മാറ്റങ്ങളും പരിവർത്തനങ്ങളൊക്കെയാണ് വന്നത്. എൻ്റെ കൂടെ ഹജ്ജിന് പോകുന്നതിന് ഒരു മലപ്പുറം ജില്ലക്കാരൻ ചെറുപ്പക്കാരൻ ക്ലാസ്സിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോകാൻ എന്ത് സാധനമാണ് ഉസ്താദെ ഞാൻ വാങ്ങേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ഒരു ബുർഖ വാങ്ങിക്കോന്നു. അപ്പൊ അവന്റെ പറഞ്ഞു, ഭാര്യക്ക് ബുർക്കൊന്നും വാങ്ങണ്ട. എന്തേന്ന് ചോദിച്ചു. ഭാര്യക്ക് ബുർഖട്ട മാതിരി ഇപ്പോൾ അവളുള്ളത്, കറുത്തിട്ടാണ്. ഓള് എപ്പോഴും ബുർഖട്ടിട്ട് എപ്പോഴും ബുർഖ. അപ്പൊ പിന്നെ അധികം ആളുകൾ ശ്രദ്ധിക്കാനില്ല എന്ന് അവൻ പറഞ്ഞുകൊണ്ടന്നെ സംഗതി അങ്ങനെ ഞാൻ എൻ്റെ പോലീസൊക്കെ പറഞ്ഞുകൊണ്ടു ബുർഖ വാങ്ങിച്ചു. ഇതാണ് നമ്മളുടെ അവസ്ഥ. അതുകൊണ്ട് നല്ല ആളുകളൊക്കെ നന്നാവാൻ വേണ്ടി നല്ല ചാൻസ് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ നാം ഈ പോകുന്ന മഹത്തായിരിക്കുന്ന സ്ഥലത്തിന്റെ ബഹുമാനങ്ങളൊക്കെ കണക്കിലെടുത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമ്, ലോകത്തിന്റെ നേതാവായ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം ചെയ്യുന്ന ആ പോരിശയാക്കപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്ന ചിന്തകളൊക്കെ ഉള്ള നമുക്ക് മനസ്സിനൊക്കെ ഒരു മാറ്റങ്ങൾ വന്ന് ജീവിതത്തിലൊക്കെ ഒരു പരിഹാരങ്ങളും പരിവർത്തനങ്ങളൊക്കെ ഉണ്ടായാൽ വളരെ സന്തോഷകരമായി അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഔറത്തുൽ മർഅത്തി ഹുറത്തി, ഹുറത്തിന്റെ ഔറത്താകുന്നത് മാ സിവൽ വജ്ഹി വൽ കഫൈനി, മുഖവും മുങ്കയും ഒഴിച്ചുള്ളതായിരിക്കുന്ന സ്ഥലമാകുന്നു. ബാക്കി എല്ലാം ഒരു മറഞ്ഞിരിക്കണം. അന്യ പുരുഷനിലേക്ക് ചേർത്തിയാൽ അവളുടെ സ്ഥിതി എന്താകുന്നു? ശരീരം മുഴുവനും ഔറത്താണ്, മുഖം ഔറത്താണ്, കൈ ഔറത്താണ്, കണ്ണ് ഔറത്താണ്, എല്ലാം ഔറത്താണ്. അന്യ പുരുഷനിലേക്ക് ചേർത്തിയാൽ എല്ലാം മറഞ്ഞിരിക്കണം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുല്ലി അസ്വാജിക
അസ്വാജിക ബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന മിൻ ജലാബീബിഹിൻ. അല്ലാഹു പറയാണ്, നബിയെ തങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറയണം, തന്നെയുമല്ല തങ്ങളുടെ പെൺമക്കളോടും നിങ്ങൾ പറയണം. വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോട്, മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോട് പറയണം. എന്താണ് പറയേണ്ടത്? യുദ്നീന മിൻ ജലാബീബിഹിന്ന, അവരുടെ മുഖമൂടികൾ, അവരെ തലയിലിട്ടതായിരിക്കുന്ന ബുർഹന്റെ മൂടികൾ മുഖത്തേക്ക് ഇറക്കിയിട്ട് കൊണ്ട് അവർ പൂർണ്ണമായും മറഞ്ഞിരിക്കാൻ തങ്ങളവരോട് പറയണം. മുഅ്മിനായ പെണ്ണുങ്ങളോട് പറയണം. മുനാഫിക്കാത്തുകളായ പെണ്ണുങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പരിഹസിക്കുകയുള്ളൂ, അവർ ഉൾക്കൊള്ളുകയില്ല. അവരോട് തങ്ങൾ പറയണം. എന്നാൽ അത് ഏറ്റവും അവർക്ക് നല്ലതാണ്, ഗുണകരമായ കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വേറൊരു ആയത്തിൽ കാണാം നബി തങ്ങളുടെ ഭാര്യമാരെ കുറിച്ച്, യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇനിത്തഖൈതുന്ന ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്. അല്ലാഹുവിന്റെ ഖുർആനിൽ പറയാണ്, നബി തങ്ങളുടെ ഭാര്യമാരുടെ സ്വഭാവമാണ് മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങൾ സ്വീകരിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അവരോട് അല്ലാഹു പറയുന്നു, പെണ്ണുങ്ങളെ നിങ്ങൾ സാധാരണ പെണ്ണുങ്ങളെ പോലെയല്ല. റസൂലുള്ളാഹിന്റെ പ്രത്യേകത പോലെ റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്കും പ്രത്യേകതയുണ്ട്. നാടൻ ബോംബുകൾ പറയുന്നത്, അലപരാധികളായ ആളുകൾ പറയുന്നത് എന്താ? റസൂലുള്ളാഹിക്ക് പ്രത്യേകത ഇല്ലാന്ന്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്ക് പ്രത്യേകത ഉണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ പ്രത്യേകത ലാ യുഹദ്ദു വലാ യുഹ്സാ വലാ യുസ്തഖ്സാ. റസൂലുള്ളാഹിന്റെ പ്രത്യേകത പറഞ്ഞു തീർക്കാൻ ലോകത്തിന് സാധ്യമല്ല. റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ കുറിച്ച് പറയുന്നത്, യാ നിസാ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നിങ്ങൾ സാധാരണയുള്ള അബ്ദുല്ലാന്റെയോ അബ്ദുൽ ഖാദറിന്റെയോ അബ്ദുസലാമിന്റെ ഭാര്യമാരെ പോലെ അല്ല പെണ്ണുങ്ങളെ. എന്താണ് നിങ്ങൾക്കൊരു കൈതുള്ളത്, നിബന്ധനയുള്ളത്? ഇനത്തഖൈതുന്ന, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുള്ള ജീവിതം പൂർണ്ണമായി നിങ്ങൾ കൈവരിച്ചാൽ നിങ്ങൾ സാധാരണ പെണ്ണുങ്ങളെ പോലെയല്ല, റസൂലുള്ളാഹിന്റെ ഭാര്യമാരാണ്. വേറെ ഒരു ആയത്തിൽ കാണാം, അസ്വാജുഹും ഉമ്മഹാത്തുഹും, അവരുടെ റസൂലുള്ളാഹിന്റെ ഭാര്യമാര് മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാകുന്നു. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ കൊണ്ട് പൂർണ്ണമായി ബന്ധവും കടപ്പാടും റസൂലുള്ളാഹിക്ക് നമുക്ക് അങ്ങോട്ടും റസൂലുള്ളാഹിക്ക് ഇങ്ങോട്ടുമുണ്ട്. ആ റസൂലുള്ളാഹിന്റെ ഭാര്യമാര് ഉമ്മഹാത്തുഹും, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. ഉമ്മമാരെന്ന് പറഞ്ഞാല് അവരിപ്പോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ കല്യാണം ചെയ്യൽ ഹറാമാണ്, കാണാൻ പറ്റുകയില്ല, അത് വേറെ പ്രശ്നം. തൊട്ടാൽ ഉതുമുറിയുകയും ചെയ്യും, അത് വേറെ പ്രശ്നം. കെട്ടാൻ പറ്റുകയില്ല. അത്ര വലിയ പ്രത്യേകതയുണ്ട്. അവരെ വിളിച്ച് പറയാണ്, നിങ്ങൾ സാധാരണ പെണ്ണുങ്ങളെ പോലെയല്ല, നിങ്ങൾ തഖ്വയുള്ളവരാവുകയാണെങ്കിൽ ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്, നിങ്ങൾ കൗല് കൊണ്ട് വിനയം കാണിക്കരുത്, നിങ്ങൾ സംസാര ശൈലിയിൽ വിനയ പ്രകടനം ഉണ്ടാവരുത്. ഇത് ആർക്ക് ബാധകമാണ്? നിസാഉൽ മുഅ്മിനീങ്ങളായ എല്ലാ പെണ്ണുങ്ങൾക്കും. എന്താ സ്വഭാവ വിനയങ്ങള്? അന്യ പുരുഷന്മാരോട് നിങ്ങൾ സംസാരിക്കുമ്പോ വിനയത്തിന്റെ ഭാഷയിൽ സംസാരിക്കരുത്. വളരെ മയത്തോടുകൂടെ കൊഴുപ്പോടുകൂടെ മഹിമയോട് നമ്മൾ പറയും, നല്ലൊരു സ്ത്രീട്ടാ, എന്താണ് അവളെ സംസാരം, ഓ അല്ലാ ഇത്ര വൈകിട്ട് ഇത് കേൾക്കാൻ സാധിച്ചത് അൽഹംദുലില്ലാഹ്, ഒരു എപ്പോഴെങ്കിലും കേൾക്കാൻ സാധിച്ചല്ലോ, നമുക്ക് വലിയ നഷ്ടമായി പോയി. എന്ന് പറഞ്ഞിട്ട് ഫോണിലൊക്കെ ബന്ധപ്പെട്ടുമ്പോ എന്തൊക്കെ വിശേഷങ്ങൾ ചോദിക്കുമ്പോഴേക്കും ആകെ അടിയിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുക. ഖുർആൻ പറയുന്നത് എന്താ? അങ്ങനെ പറയരുത്. വിനയത്തിന്റെ ഭാഷ, അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാരോട് സ്വഭാവം കാണിക്കരുത്. അങ്ങനെ കാണിച്ചാൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്, ശരിക്ക് ഈമാനിൽ മാറ്റില്ലാത്തതായിരിക്കുന്ന, ഈമാനിൽ ശരിക്ക് വോൾട്ടേജ് ഇല്ലാത്ത, വെയിറ്റ് ഇല്ലാത്തതായിരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഞാൻ ഏറ്റവും വലിയതാണ്, അതിന്റെ താഴെ നിങ്ങളിൽ അധികം ആളുകളും അങ്ങനെയാണ്. ഈ പെണ്ണിന്റെ സംസാരം ഒരു പ്രാവശ്യം ഒന്ന് ഫോണിൽ ചെയ്തു, സഹോദര, നമ്മുടെ കൂട്ടുകാരനായ സ്നേഹിതന്റെ ഭാര്യക്ക് അബ്ദുള്ള അവിടെ ഉണ്ടോ? ഇല്ല, മൂപ്പര് ഇവിടെ ഇല്ല. അല്ലാഹ്, ഇവിടെ ഇല്ല. എന്തേ, ആരാ വിളിക്കുന്നത്? ഞാൻ മൂപ്പര സ്നേഹിതനാ. എന്താ നിങ്ങളെ പേരെന്താ? എന്താ അങ്ങൊന്നും വിളിക്കാത്ത ഇടക്കൊക്കെ? നിങ്ങൾക്കൊന്ന് വിശേഷം അന്വേഷിച്ചൂടെ? ആ സന്തോഷത്തോടുകൂടെ പറയും, നിങ്ങളൊന്ന് വരി, ഒരു ദിവസം വരി. അപ്പൊ വരുമ്പോ ആ മൂപ്പരുണ്ട്, മൂപ്പരല്ലേ, ഞാനല്ലേ ഇവിടെ, നിങ്ങളിങ്ങോട്ട് വരി. അവിടെ വന്ന് വരി, കേരി ഇരിക്കി. അപ്പൊ ഒരു വിരലും കേരലും പിന്നെ ഒരു ഇരിക്കലും, മൂന്നും കൂടി അങ്ങോട്ട് ആയാ പിന്നെ എന്താ, പിന്നെ അവിടെ എന്തും നടക്കാം. അതുകൊണ്ട് ഖുർആനിന്റെ താക്കീതുകള്, ഖുർആനിന്റെ മാണിങ്ങള്, ഖുർആനിന്റെ ഗൗരവമായിരിക്കുന്ന ഉപദേശങ്ങള്, എത്ര അർത്ഥവത്തായ ഉപദേശമാണ്. എന്തിനു വേണ്ടി? പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമാകുന്ന ചട്ടക്കൂട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങി ജീവിച്ചതായ ഒരു മുസ്ലിമായി മരിക്കാൻ വേണ്ടിയിട്ട് റഹ്മാനായ റബ്ബിന്റെ നിയന്ത്രണങ്ങള്, നാളെ ആഖിറത്തിൽ വാരിക്കോരി നൽകുന്നതായ പ്രതിഫലങ്ങളൊക്കെ കിട്ടി. വഅസ്വാജും മുത്തഹറത്തും, ആ പരിശുദ്ധമായിരിക്കുന്ന സ്വർഗത്തിലുണ്ട്. ഫീഹാ ഹൂറും മഖ്സൂറാത്തും ബിൽ ഖിയാം ലം യത്മിസുഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇതിനു വേണ്ടിയാണ് റബ്ബിന്റെ നിയന്ത്രണങ്ങള്. അവിടെ മഖ്സൂറാത്തായിരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, ഹൂർലീങ്ങളായ പെണ്ണുങ്ങളാണ്. എന്ത് ചുറുക്കുള്ള പെണ്ണുങ്ങളാണ്, കണ്ണിന്റെ തടങ്ങളൊക്കെ വീതിയായി,
നല്ല സ്വർഗീയമായ സുറുമകളൊക്കെ ഇട്ടുകൊണ്ട് എന്തോ ഒരു ആകർഷണീയമായ പെണ്ണുങ്ങൾ, മക്സൂറാത്തായ പെണ്ണുങ്ങളാണ്. ആ സ്വർഗത്തിൽ റഹ്മാനായ റബ്ബ് തയ്യാറാക്കി വെച്ചത് ആർക്ക്? അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായ ആണാണുങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരുടെ സ്വന്തമായി അനുവദിക്കപ്പെട്ട ഭർത്താവിനക്ക് മാത്രമാണ് അവരുടെ നോട്ടം, അവർ ദൃഷ്ടി പതിയുന്നത്. വേറെ അതിന്റെ മുമ്പ് ഒരു ആണുങ്ങളെ അവർ നോക്കിയിട്ടില്ല. ഇനി ഒരു ആണിനെ നോക്കാനും അവർക്ക് സാധ്യമല്ല. ആർക്ക് വേണ്ടിയാണ് തയ്യാറാക്കപ്പെട്ടതെങ്കിൽ അവനെ കൊണ്ട് മാത്രം സംതൃപ്തിയാകുന്ന പെണ്ണുങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല തയ്യാറാക്കി. ലം യത്മിസുഹുന്ന ഇൻസും ഖബലഹും വലാ ജാൻ. ആ പെണ്ണുങ്ങളെ ഒരു അന്യപുരുഷന്മാരുടെ സ്പർശനങ്ങൾ അവിടെ ഉണ്ടായില്ല. ജിന്ന് വർഗത്തിലുള്ളതോ അല്ലെങ്കിൽ മനുഷ്യവർഗത്തിലുള്ളതായ സ്പർശനങ്ങളൊന്നും ഇല്ലാത്ത ഒരു തരം മണിമുത്തുകളായിരിക്കുന്ന വളരെ മാരിമാരായ പെണ്ണുങ്ങൾ അവിടെ കാത്തിരിക്കുമ്പോൾ ഭൗതികമായ ലോകത്തിൽ എത്രയും പെട്ടെന്ന് നമ്മെ വിട്ട് വിട പറയാവുന്ന യാത്രയുടെ മധ്യത്തിലായി തോന്നിവാസവുമായി ഇടപെടരുത് എന്നാ പെണ്ണുങ്ങളോട് പറയുന്നത്. ഫലാ തഖ്ദഅന ബിൽ ഖൗലി. അപ്പൊ നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യുന്നതാണ്? ഒരു അന്യപുരുഷൻ വന്ന് ചോദിച്ചു, അല്ല നമ്മുടെ മരക്കാർ ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അബ്ദുള്ള ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഇക്ക ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഇവിടെ ഇല്ല. അതേസമയത്ത് പറഞ്ഞ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. അതൊരു ശൈലി. അതെ, ഇവിടെ ഇല്ല. അപ്പൊ ഇയാൾ വിചാരിക്കും രണ്ടാമത്തെ പിന്നെ പലതും ഇയാൾ ചോദിക്കേണ്ടത് ഈ പെണ്ണിന്റെ സൗണ്ട് അടി എന്തേ പെണ്ണ് ഇവരൊന്നും സംസ്കാരം ഇല്ലാത്തൊരു അന്യ. അപ്പൊ വേറെ ആൾ ചോദിച്ചു ഇവിടേക്ക് പോയിന്ന് ചോദിച്ചു. എന്തോടെ അവളോട് ഇനി വേറെ പോയി ചോദിക്കുക, അതിന്റെ ശബ്ദം കേട്ടില്ലേ? പോവുക പിന്നെ വരാം. അതല്ല, ഇവള് പറഞ്ഞെന്താ മൂപ്പര് ഇവിടെ ഇല്ല, മൂപ്പര് എവിടേക്ക് പോയിട്ട് കുറച്ച് സമയം 2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ കയറി ഇരുന്നോളി, എനിക്ക് എന്താ വേണ്ട, ചായ ചോറോ? ആരാ കൊടുന്ന് വെച്ചു കൊടുക്കുക? ആര് കൊടുന്ന്? ഉടനെ കൊടുന്ന് വെച്ചു കൊടുക്കും. അപ്പൊ സന്തോഷമായി. അങ്ങനെ പറയുന്നത് സംസാരിച്ച് ഇങ്ങനെ രണ്ടാ കൂട്ടരും കൂടി നാട്ടിലെ വിവരങ്ങൾ, കുട്ടികളുടെ വിശേഷങ്ങൾ, മക്കളെ കെട്ടിച്ച വിവരങ്ങൾ, കുറേ പെണ്ണുങ്ങളല്ലേ അപ്പോൾ സംസാരിച്ചാൽ പിന്നെ ഒരു വെപ്പും കത്തിയ ഒരു പാടാണല്ലോ. പെണ്ണുങ്ങളെ നിങ്ങളെ കുറിച്ചും ഞാൻ പറയുന്നുണ്ടെങ്കിലും ഗൗരവമായിട്ട് നിങ്ങളെ കുറിച്ചല്ല, വെപ്പും കത്തിയാൻ കഴിയില്ല. അതാണല്ലോ പഴയ കാലത്ത് പറഞ്ഞത്. പെണ്ണുങ്ങൾ 2 പെണ്ണ് ഹജ്ജിന് പോയിട്ട് പോകുമ്പോൾ തന്നെ സംസാരങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ സംസാരിച്ചു വഴിയിലും എല്ലാ വഴിവിട്ടും ഒക്കെ സംസാരിക്കും. എന്നിട്ട് നമുക്ക് നാളെ പറയാൻ അങ്ങനെ പറഞ്ഞ് അവസാനം പോരുമ്പോഴും സംസാരിച്ചു. പിന്നെ രണ്ടാളും 2 വഴിക്ക് പിരിഞ്ഞു പോകുമ്പോൾ പറഞ്ഞതേ നാളെ ഈ വെള്ളത്തിന് വരുമ്പോൾ ഞാൻ ആ കിണറ്റിൻ്റെ അവിടേക്ക് വരുന്നുണ്ട്, അപ്പം ഇജിയോട് വന്നാൽ ബാക്കി നമുക്ക് കുറച്ച് പറയാം. ഭർത്താവിന് പറഞ്ഞിട്ട് തീർക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ഭർത്താവിൻ്റെ സ്നേഹിതനെ അന്വേഷിച്ച് വന്ന ഒരാളോട്, ഗൾഫ് നാട്ടിലൊക്കെ സാധാരണ പതിവാ, ഗൾഫ് നാട്ടിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്നാണ് ഒരു ചങ്ങായി സാധനം വാങ്ങാൻ വേണ്ടി പോയി പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആരെന്താന്ന് അറിഞ്ഞത്, ആരവിടെ ഉണ്ടായെന്ന് എന്താ പറഞ്ഞു ചോദിച്ചപ്പോൾ ഒരു സൗണ്ട് കേൾക്കണേ, ആരാന്ന് നിൽക്ക് നിർത്തില്ല, ഒരു ദേഷ്യം പിടിച്ച മാതിരി എന്താ സാധനമൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ചൂടായ മാതിരി എന്നോട് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട്, ആരാന്ന് നിൽക്ക് അറിഞ്ഞൂടാ. ഇതാണ് ചില വീടുകളിലൊക്കെ. നമ്മൾ പൊട്ടന്മാരായതുകൊണ്ട് അങ്ങനെ ജീവിക്കുകയാണെന്ന് മാത്രം. അതേ സമയത്ത് ബുദ്ധിമാനികളായ നിങ്ങളും ആ പൊട്ടത്തരത്തിൽ സഹകരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് പെണ്ണുങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഖുർആനിന്റെ നിയമമാണ്. അങ്ങനെ വരുമ്പോൾ മുനാഫിക്കങ്ങളായിരിക്കുന്ന അതാ ഈമാനിൽ ബലമില്ലാത്ത ആളുകൾ നിങ്ങളുമായി ഹറാമായ സംസാരങ്ങളിലോ സമ്പർക്കങ്ങളിലോ അതിന് കൂടിക്കാഴ്ചകൾക്കോ അത് വേദി ഒരുക്കുകയാണെങ്കിൽ വളരെ ഗൗരവമുള്ളതായിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് സ്ത്രീകളുടേതായിരിക്കുന്ന രണ്ടാമത്തെ ഒരു ഔറത്താണ് ഞാൻ പറഞ്ഞത്. ഇനി അവർക്ക് 2-3 ഔറത്തുകൾ കൂടും പറയാണ്ട് ഇൻഷാ അല്ലാഹ് നാളെ പറയും. ഒരു 10 മിനിറ്റ് മുമ്പ് ക്ലാസ് നിർത്തുന്നത്. ഇപ്പോൾ മക്കയിൽ തണുപ്പ് ആയതിനാല് ഇഹ്റാമിൽ പ്രവേശിച്ച ആൾക്ക് രാത്രി കാലങ്ങളിൽ പുതപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും, കുഴപ്പമില്ല. തല മറക്കാൻ മതി. അതുകൊണ്ട് കൂട്ടിയിട്ട് മടക്കിയിട്ട് കെട്ടാതിരിക്കുക, തുന്നി പിടിപ്പിക്കാതൊക്കെ ഇരുന്നാൽ മതി. പുതപ്പ് അത് കുഴപ്പമില്ല. പിന്നെ അതൊക്കെ പറയുന്ന വിഷയങ്ങളാണ്. മുൻകൂട്ടി ചോദിച്ചതുകൊണ്ട് ഇനി മറന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ജോലി സംബന്ധമായി താടിയും മുടിയും കറുപ്പിക്കാൻ പറ്റുമോ? അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ജോലി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് താടി കറുപ്പിക്കാം. താടി കറുപ്പിക്കുന്നതിന്റെ ഇർഹാബല്ലില്ലാതായി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവദിച്ചു. ജോലിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് താടി കറുപ്പിക്കുക അല്ലെങ്കിൽ മുടി കറുപ്പിക്കാന്ന് മാ സമിഅനാ ഹാദാ ഫീ ആബാഇനൽ അവ്വലീൻ, ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ്. പിന്നെ നിങ്ങൾ ഓരോരുത്തരൊക്കെ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ദീനായിട്ട് എനിക്ക് അംഗീകരിച്ചു തരാന്നുള്ളത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് കഴിയില്ല. പല ആളുകളും അങ്ങനെ ചെയ്യുന്നത് ഗൾഫ് നാട്ടിലൊക്കെ പ്രത്യേകിച്ച് രോമത്തിന് ഏത് സമയത്തും രാവിലെ ബാത്റൂമിൽ കിടന്ന് അതിനൊരു പെയിന്റോ ഒരു കുഴമ്പൊക്കെ ഉണ്ടാകും കൊണ്ടുപോയിട്ടൊക്കെ തേച്ച് നല്ല മീശ എന്താണ് സാർ ആ പേടിച്ചു പോകും. ആ കൊമ്പമീശൊക്കെ വെച്ചുകൊണ്ട് പിരിച്ച് 2 പിരിങ്ങൾ പിരിച്ച് ആ ഫെയിൻ്റൊക്കെ ധരിച്ച് നല്ല ചെറുപ്പം എവിടെ ഒരു 10-65 വയസ്സായി കേട്ടാ. എന്തെങ്കിലും ഒരു കട്ടിയുള്ള സാധനം ഒരു തേങ്ങയുടെ പൂള് കൊടുത്താൽ കടിച്ച് നല്ല പല്ലില്ല, കാരണം അണക്കളുടെ വല്ല പോയി. പിന്നെ ഒരു വെപ്പ് പല്ല് കൂടി മേടിച്ച് വെച്ചിട്ട് നല്ല 2 ചെറിച്ചാലേ പെണ്ണുങ്ങൾ മേന്ന് തോടില്ല. ഈ ആദ്യ തോണിയസനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നോട് മേലാക്കൊന്നും ചോദിക്കരുത് കേട്ടാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്.
إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതും പിരിഞ്ഞു പോകുന്നതുമെല്ലാം സാലിഹമലാക്കി തീർക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തുവരുമാറാവട്ടെ. ലാഹിരിയും ബാത്തിനിയും മാനസികവും ശാരീരികമായ രോഗങ്ങളൊക്കെ അല്ലാഹു തശഫിയാക്കട്ടെ. ഖൈറായ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. അവസാനം പരിപൂർണ്ണ ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹുവിൻ്റെ മഹലായ പദലുകൊണ്ട് നമ്മയും മഹലുകാരെല്ലാ മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ശുദ്ധമായ തവാഫിൻ്റെ ശുറൂത്തുകളെ കുറിച്ചാണ് നാം പറയുന്നത്. ഒന്നാമത്തെ ഷർത്ത് സത്റുൽ ഔറത്തി, ഔറത്ത് മറക്കലാകുന്നു എന്ന് പറഞ്ഞു. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ നിർബന്ധമായി മറക്കേണ്ട ഔറത്ത് തന്നെയാണ് തവാഫിലും മറക്കേണ്ടത് എന്ന് നാം പഠിച്ചു. മുട്ടുപുക്കൾ ഉൾപ്പെട്ടതായ സ്ഥലം മുഴുവനും മറച്ചിരിക്കുക. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ മറക്കൽ നിർബന്ധമായ ഔറത്തുകൾ മുഴുവനും തവാഫിലും ഔറത്താകുന്നു. ഔറത്തുർ റജുലി മാ ബൈന സുർറത്തി വറുക്ബ ഔറത്തുൽ ഹുർറത്തി മാ സിവൽ വജ്ഹി വൽ കഫൈനി. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 5 ഭാഗമായി ഔറത്തിനെ വിഭജിക്കപ്പെടുന്നു. 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള സ്ഥലം അന്യപുരുഷനിലേക്ക് ചേർത്തിയപ്പോൾ അവളുടെ ശരീരം മുഴുവനും ഔറത്ത്. എത്രത്തോളം ചില സമയങ്ങളിൽ ഹത്തൽ കലാം, അവളുടെ സംസാരം കൂടി അത് ഔറത്ത് പോലെ സൂക്ഷിക്കേണ്ടതാകുന്നു. പിന്നെ അവളുടെ കുടുംബങ്ങളിലേക്ക്, അഥവാ അവളുടെ പിതാവ്, സഹോദരന്മാര്, ആൺമക്കള്, അവരിലേക്കൊക്കെ ചേർത്തുമ്പോൾ അവളുടെ മുട്ടുപുക്കളിൻ്റെ ഇടയിലുള്ളതായ സ്ഥലം ഇത് ഔറത്താകുന്നു. ഇനി സ്വന്തമായി ഒരു വീട്ടിൽ അടങ്ങി ഒതുങ്ങി അവൾ ഇരിക്കുമ്പോൾ ആരും അവിടെ ഇല്ല എങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ മുന്തുവാരവും പിന്തുവാരവും മറക്കുക എന്നുള്ളത് നിർബന്ധമാകുന്നു. സ്വയമായ ഭർത്താവിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അവൾക്ക് ഔറത്തിന്റെ ഭാഗം തന്നെ ഇല്ല. അതായത് ഔറത്തായ നിലക്ക് സൂക്ഷിക്കേണ്ടതൊന്നും ഇല്ല. പൂർണ്ണ നഗ്നയായി ഭർത്താവിന്റെ മുമ്പിൽ അവൾക്ക് പ്രകടമാവാം. പക്ഷേ ഗുഹ്യസ്ഥാനം പരസ്പരം കാണുക എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കറാഹത്താകുന്നു. കറാഹത്ത് എന്ന് പറഞ്ഞാൽ നല്ലതല്ല, മോശമാണ്. അഥവാ അങ്ങനെ സംഭവിച്ചാൽ കുറ്റമുണ്ടാവുകയില്ല. പതിവായി അങ്ങനെ ചെയ്യുക എന്നുള്ളതും പരസ്പരം അങ്ങും ഇങ്ങും കാണുക എന്നുള്ളത് കുറ്റത്തിലേക്ക് ചേർക്കുകയും ചെയ്യും. അഥവാ കറാഹത്ത് എന്നതിന്റെ അർത്ഥം സഗീറത്ത്, ചെറുദോഷം. ചെറുദോഷത്തിന്റെ മേൽ പതിവാക്കുക എന്നുള്ളത് അത് വൻദോഷത്തിലേക്ക് ചേർക്കുന്നു. അതിന്റെ പുറമെ അതൊരു മാന്യതയും യോഗ്യതയും അല്ല. അതിലേക്ക് തെളിവായി മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ റഅയ്തു മിൻഹു വമാ റഅ മിന്നി. നബി തങ്ങളിൽ നിന്ന് വളരെ അടുത്തുകൊണ്ട് എല്ലാ സന്തോഷങ്ങളും പങ്കിട്ടുകൊണ്ട് കൈമാറി രഹസ്യപരസ്യങ്ങൾ ഒന്നായി ജീവിച്ച ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഗുഹ്യസ്ഥാനം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നബി തങ്ങൾ എന്നിലേക്കും അത് ദർശിച്ചിട്ടില്ല. എത്രമാത്രം അവരടുത്ത് ജീവിച്ചു. ഹബീബായ റസൂലുള്ളാഹി മിസ്വാക്ക് ചെയ്ത് ബ്രഷ് ചെയ്തതായിരിക്കുന്ന അതങ്ങോട്ട് വാങ്ങി ആയിഷാ ബീവി ആ നനവോടുകൂടെ വായിൽ വെച്ച് വെറുതുന്നു. എല്ലാ നിലക്കും പിന്നൊന്നും അതിൽ പറയേണ്ടതില്ല. പക്ഷേ ജീവിതത്തിൽ മാ റഅയ്തു മിൻഹു വമാ റഅ മിന്നി. അപ്പൊ അതുകൊണ്ട് സ്ത്രീ പുരുഷൻ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അങ്ങനെ ആവാമെങ്കിലും അതത്ര നല്ലതല്ല. പിന്നെ ഗുഹ്യസ്ഥാനം മാത്രം മറക്കുക എന്നുള്ളത് ഒറ്റയാകുന്ന സമയത്തും അത് ശ്രദ്ധിച്ചിരിക്കണം. ചില സമയങ്ങളിലൊക്കെ ഉടുവസ്ത്രമില്ലാതെ കണ്ട് ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു മറഞ്ഞ സ്ഥലത്തോ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി, നിർബന്ധമല്ലാത്ത ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആവാമെന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ പറയുന്നു. ഏതുപോലെ? കത്തബരീരി, തണുപ്പ് കൊള്ളിക്കും പോലെ. അതുപോലെ വല്ലിസ്തിഹ്മാമി, ചൂട് കൊള്ളിക്കും പോലെ. ഭയങ്കര തണുപ്പ്,
ശക്തിയായ തണുവിന് വേണ്ടി ഹീറ്റർ വെച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് തീ കത്തിച്ച് ചൂടാക്കിയപ്പോൾ ആരും അവിടെ ഇല്ല. അപ്പൊ എല്ലാം അവിടെ അഴിച്ചിട്ടൊന്നും അങ്ങോട്ട് ചൂടായി. വല്ലാതെ തീ അടുപ്പിക്കരുത് കേട്ടോ, കരിഞ്ഞു പോകും, എല്ലാം കരിഞ്ഞു പോകും. പിന്നെ ജീവിതത്തിന്റെ സൂക്ക് അതോടുകൂടെ പോകും. അത് വിരോധമില്ല. അതേ സമയത്ത് ശക്തിയായിരിക്കുന്ന ചൂടിന്റെ സമയത്ത് തണുപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പെട്ടെന്ന് റൂമിലിടൊന്നും ആരും അവിടെ ഇല്ല, അതെല്ലാം അവിടെ അടച്ചു. അങ്ങനെ കണ്ടീഷനുകൾ ചാലുമൊക്കെ എല്ലാം അവിടെ അടിച്ചിട്ട് കുറച്ചൊന്ന് തണുത്ത് ഉഷാറായി. അതിന് വേണ്ടി ജായിസാണ്. അതും പതിവാക്കലത്ര നല്ലതല്ല ഈ കാര്യവും. അപ്പൊ 5 ഭാഗത്തുമായി സ്ത്രീകളുടെ ഔറത്തിനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അംശിച്ചപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള കാര്യമാകുന്നു എന്ന് പ്രത്യേകിച്ച് പുരുഷന്മാര് ശ്രദ്ധിക്കണം. സ്ത്രീകളല്ല ഈ വിഷയം ശ്രദ്ധിക്കേണ്ടത്, അവരെ ഭരിക്കുന്ന പുരുഷന്മാര് ശ്രദ്ധിച്ചിട്ട് ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ അവരെ വളർത്തിയെടുക്കണം. അതിന്റെ ഉത്തരവാദിത്വം ഇന്നഹുന്ന അവാനുൻ എന്തക്കും, നബി തങ്ങൾ പഠിപ്പിച്ചത് ഇന്നഹുന്ന അവാനുൻ എന്തക്കും, അവര് നിങ്ങളിലേക്ക് അവാനുകളാകുന്നു, ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച അമാനത്ത് സ്വത്തുക്കളാകുന്നു. ലാ ഇമാന ലിമൻ ലാ അമാനത ലഹ്, അമാനത്ത് പാഴാക്കിയവനക്ക് ഈമാനില്ല എന്ന് നബി തങ്ങൾ പറയുമ്പോൾ ആ ഈമാനില്ലാത്ത പങ്കിൽ പെട്ടുപോകരുത്. തന്നെയുമല്ല റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയതാ ഒരു അമാനത്ത് നമ്മൾ ഏറ്റുവാങ്ങി. ഇന്നാ അർളനൽ അമാനത അലസ്സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈന യഹ്മിൽനഹാ വഅശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാനു ഇന്നഹു കാന സലൂമൻ ജഹൂലാ. അത് ഏറ്റവും വലിയ ഒരു അമാനത്ത്, മനുഷ്യനാണ് ഇത് ഏറ്റെടുത്തത്. ആ മനുഷ്യൻ എന്ത് ചെയ്യണം, ഒരുപാട് നിലക്കുള്ള അമാനത്ത് എന്ന് പറയുന്ന ഒറ്റവാചകമാകുന്ന അർത്ഥവ്യാപ്തിയുള്ളതിൽ ഒരുപാട് അമാനത്തുകൾ പെട്ടു. അള്ളാഹുമായുള്ള ഉടമ്പടികള്, മനുഷ്യരുമായുള്ള ഉടമ്പടികള്, മനുഷ്യനിൽ പരസ്പരമായി കൊണ്ട് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തതായ ഉടമ്പടികള്. അതാണ് പെണ്ണുങ്ങളെ കുറിച്ച് ഹബീബ നബി തങ്ങൾ പറഞ്ഞത് ഇന്നഹുന്ന അവാനുൻ എന്തക്കും, നിങ്ങൾക്ക് അള്ളാഹു തല ഏൽപ്പിച്ചിരുന്നതായിരിക്കുന്ന അമാനത്തുകളാണ്. ഫലാ തുളയ്യുഹാ, ആ അമാനത്തിനെ നിങ്ങൾ പാഴാക്കരുത്. വലാ തളഉഹാ ഫീ ഗൈരി മഹല്ലിഹാ, അതിന്റെ അസ്ഥാനത്ത് നിങ്ങൾ ഇതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യരുത്, നിങ്ങൾ ഇതിനെ വെച്ച് കളയരുത്. അതുകൊണ്ട് പുരുഷന്മാരെന്ത് ചെയ്യണം, ഭാര്യമാർക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് അന്യപുരുഷന്മാരുടെ ദർശനത്തിൽ അവർ അർഹത്തുകൾ വെളിവാകുന്ന രൂപം ഉണ്ടാവരുത്. വലിയ മോശമാണ്. ഭൗതികമായ ലോകത്ത് തന്നെ ആഖിറത്തിലെത്ത കാര്യമാണ് ഈ പറയുന്നതൊക്കെ. നമുക്ക് നല്ല അടികൾ കിട്ടും. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഗൗരവമായ ശിക്ഷ നമ്മുടെ പുറമെയായിട്ട് അള്ളാഹു പറഞ്ഞു തന്നെ യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറാ അലൈഹാ മലായികത്തുൻ ഗിലാദ് ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. എത്ര ഗൗരവമുള്ളതായ നിർദ്ദേശങ്ങളാണ് മുഅ്മിനീങ്ങളെ. ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ സ്വന്തമായ ശരീരങ്ങളും നിങ്ങളുടെ അഹിലി കൊണ്ടിട്ട് ആദ്യമായി അവന്റെ ഭാര്യമാരാകുന്നു. പുരുഷന്മാരോടുള്ള കൽപ്പന ആദ്യമായി അവന്റെ ഭാര്യമാര്, പിന്നെ അവന്റെ മക്കള്, അവന്റെ കസ്റ്റഡിയിൽ ഒതുങ്ങി ജീവിക്കേണ്ട ആളുകളെ കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാകുന്നു. ആ ഭയാനകമായ നരകത്തിലേക്ക് പോകുന്ന കാര്യം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടിട്ട്? ആ നരകമാകുന്നത് വഖൂദുഹൻ നാസു വൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യരാകുന്നു. ഭയാനകമായിരിക്കുന്ന പാറകളും പർവ്വതങ്ങളാകുന്ന കല്ലുകളുമാണ് അവിടെ കത്തിക്കപ്പെടുന്നത്. വളരെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അഹ്ലുകാരെ കുറിച്ച് പറയുന്നത്. സാന്ദർഭികമായി ഇത് ഉണർത്തുകയാണ്, നിർബന്ധിതാവസ്ഥയിൽ ഉണർത്തേണ്ടി വരുന്നു. മറ്റൊരു വേദി ഇതിനെ ഉപയോഗപ്പെടുത്താൻ ചിലപ്പോൾ ലഭിച്ചെന്ന് വരികയില്ല. അപ്പോൾ നമ്മുടെ അല്ലാഹു തആല ഏൽപ്പിച്ചു തന്ന ആ മണിമുത്തുകളായിരിക്കുന്ന സുന്ദരികളായ ആ പെണ്ണുങ്ങളെ പോറ്റാനുള്ള ബാധ്യതയും കടപ്പാടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. വളരെ ശ്രദ്ധിച്ചോളി. നാട്ടിലൊക്കെ പോകുമ്പോൾ കുറച്ച് പൈസയൊക്കെ കയ്യിലായാല് എന്തും ആവാ എന്നുള്ള അഹങ്കാര മനോഭാവത്തോടുകൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് വലിയ വലിയ അഹങ്കാരികളൊക്കെ ഇന്നും ഭൂമിയിലേക്ക് താഴ്ന്നു പോയിട്ട് അവസാനം ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ ഒന്നാമത്തെ ഊത്തോടുകൂടെ 7-ാം ഭൂമിന്റെ അടിയിലേക്ക് ലോകത്ത് ഏറ്റവും പണക്കാരായിരുന്ന അഹങ്കാരികളായിരുന്ന യോഗ്യന്മാരായ ആളുകളൊക്കെ പിടിച്ച് താഴ്ത്തിയതായ അള്ളാഹുവിന്റെ കഴിവിന് യാതൊരു പോറലും ഏൽക്കാതെ കണ്ട് പൂർണ്ണമായി നിലവിലുണ്ട് എന്നൊരു ഓർമ്മ വേണം. പൈസയൊക്കെ സമ്പാദിച്ചിട്ട് അങ്ങോട്ട് എത്തിയാൽ പിന്നെ പെണ്ണുങ്ങളൊക്കെ കൂട്ടി അങ്ങനെ വിലസ മാർക്കറ്റിലും അങ്ങാടികളിലും എല്ലാ സ്ഥലങ്ങളിലും അവറത്ത് മറക്കാത്ത രൂപത്തിൽ ഇതൊക്കെ നമുക്ക് ഇസ്ലാം അനുവദിച്ചതല്ല. ഈ 5 രൂപവും നിങ്ങൾ പെണ്ണുങ്ങൾ കാര്യമായി ശ്രദ്ധിക്കണം.
പെണ്ണുങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് പുരുഷന്മാരാണ് ഈ കാര്യങ്ങൾ ഏൽക്കേണ്ടത്. ഇത് ഈ പരിശുദ്ധമായ ക്ലാസുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഭാവി ജീവിതം ധന്യമാവണം. കഴിഞ്ഞ ജീവിതത്തിനേക്കാള പരിവർത്തനങ്ങളോ ഒരു വ്യത്യാസങ്ങളും നമുക്കുണ്ടാവണം. ഒരു പുതിയതായ നവചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്നാലേ ഇത് ഫലം ചെയ്യുകയുള്ളൂ. അതല്ലെങ്കിൽ ഇതുകൊണ്ട് ഫലമുണ്ടാവുകയില്ല. മഹാനായിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിക്കിങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു ചുടലക്കാട്ടിലൂടെ ഒരു ശ്മശാനത്തിന്റെ അരികിലൂടെ പോയപ്പോൾ 2-3 തലയുടെ തൊട്ടികൾ കിടക്കുന്നു കണ്ടു. മനുഷ്യന്മാരുടെ ഉപദേശം ഫലം ചെയ്യാനും വേണ്ടി അള്ളാഹു ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തതാ. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന നല്ല മൂർച്ചയുള്ള മുനയുള്ള വടി കൊണ്ട് അതൊക്കെ തുളച്ചപ്പോ ആദ്യത്തേതായ തൊട്ടി നല്ല തുളഞ്ഞങ്ങോട്ട് പോയി. രണ്ടാമത്തേതായിരിക്കുന്ന തൊട്ടി എന്ത് ചെയ്തു? അദ്ദേഹം തുളച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വടി വളഞ്ഞുപോയി, ഉള്ളിലേക്ക് മുഴുവൻ കടന്നില്ല. മൂന്നാമത്തേതായ തലത്തൊട്ടി എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ വടി ഉള്ളിലേക്ക് കടന്നു, പക്ഷേ പുറത്തേക്ക് പോയില്ല, ഉള്ളിൽ തടഞ്ഞിരുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുള്ള കൂട്ടത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ എന്താണ് ഇതിന്റെ രഹസ്യം, എന്താണ് എനിക്ക് മനസ്സിലാക്കി തരണം, എന്റെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ കയ്യിൽ കിട്ടിയതായ തലത്തൊട്ടി, അതായത് തുളച്ചപ്പോൾ അതിന്റെ പെട്ടെന്ന് അങ്ങോട്ട് തുളഞ്ഞ് ഉള്ളിൽ തുളഞ്ഞ് പുറത്തേക്ക് പോയില്ലേ, അത് വയല് കേൾക്കുന്ന, ഉപദേശം കേൾക്കുന്ന, ഇൽമിന്റെ മജ്ലിസുമായി ബന്ധപ്പെടുന്ന ഒരു സംഘം ആളുകളുടെ ഉദാഹരണമാണ്. എന്താ? ഈ ചെവിട്ടിലൂടെ കേട്ടു, മറ്റേ ചെവിട്ടിലും അങ്ങോട്ട് തുളഞ്ഞു പോയി, ഉള്ളിൽ പിടിച്ചു നിന്നില്ല, ഇങ്ങനെ കേട്ട് പോയി, യാതൊരു ഫലങ്ങളും അവർക്കുണ്ടായിരുന്നില്ല. ഹുമുൽ ഖാസിറൂന, അവർ വലിയ പരാജയത്തിലാണ്. റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തേതായിരിക്കുന്ന സംഘം ആളുകളില്ലേ, ആ ആളുകൾ, അതായത് വടി അങ്ങോട്ട് തുളച്ചപ്പോ വടി അങ്ങോട്ട് വളഞ്ഞു, ഉള്ളിലേക്ക് കടന്നില്ല. അവരാരാകുന്നു? അവരും എൽമിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന, വയല് കേൾക്കുന്നവരാണ്. പക്ഷേ ആ പറയുന്നതൊക്കെ ചെവിട്ടിന്റെ പുറമേണ്. അതിലും വലിയതൊക്കെ ഞാൻ എത്ര കേട്ടുപോയി, ഇതൊന്നും എനിക്കൊരു വിലയുമില്ല, ഉള്ളിലേക്ക് കടന്നിട്ടെന്നല്ല, മറ്റവർക്ക് ഉള്ളിൽ കടന്നിട്ട് അപ്പുറത്ത് കൂടെ അങ്ങോട്ട് പോയി. രണ്ടാമത്തെ ആളുകളുടെ കാതിന്റെ ഉള്ളിൽ കടന്നുപോയില്ല, എല്ലാം ചെവിയുടെ പുറമെ പോയി. ഈസാ നബി അലൈഹി ഇസ്ലാം അത്ഭുതത്തോടുകൂടെ ചോദിക്കുന്നു, പടച്ചവനെ ഇവരുടെ ഹാലെന്താണ്? അയ്ളൻ ഹുമുൽ ഖാസിറൂന, ആ പാവപ്പെട്ട ജനങ്ങളും പരാജയത്തിലേക്കാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. മൂന്നാമതായി കൊണ്ട് ആ തുളച്ചതായിരിക്കുന്ന വടി ഉള്ളിൽ കടന്നു, പക്ഷേ പുറത്തേക്ക് പോയില്ല. ഈ ആളുകൾ ആരാകുന്നു എന്ന് അള്ളാഹുവിനോട് അന്വേഷിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിലേക്ക് സന്ദേശം മുഖേന അറിയിക്കുന്നു, അല്ലയോ മഹാനായ ഈസാ നബിയെ, മൂന്നാമത്തതായിരിക്കുന്ന സംഘമില്ലേ, എന്ത് കേട്ടാലും ഉള്ളിൽ തടഞ്ഞിരുന്നു കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളാകുന്ന, ഫലങ്ങളാകുന്ന പഴങ്ങൾ അവരിൽ പ്രകടമാകുന്നതാണ്. പഠിച്ചു, അവർ പ്രവർത്തിച്ചു, ഉൾക്കൊള്ളാനുള്ള സൗഭാഗ്യങ്ങളും സുവർണാവസരങ്ങളും അവർക്കുണ്ടായി. അങ്ങനത്തെ കൂട്ടക്കാർ അവരാരാകുന്നു? അവര് ഹുമുൽ ഫായിസൂൻ, അവരാണ് രക്ഷപ്പെട്ടവർ. അതിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ മുസ്ലിയാക്കന്മാർക്കുള്ളതാണ്. സ്ത്രീകൾ ബുർഹട, മുഖം മറക്ക എന്നുള്ളതൊക്കെ മുസ്ലിയാക്കന്മാർക്കുള്ളതാണ്. ദീന് മുസ്ലിയാർ അദീനാ? ഏത് മുസ്ലിയാർ അദീനാ? ദീന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന് ഏൽപ്പിച്ച ദീന് ഏത് മുസ്ലിയാരുടെയാണ്? ഏത് തങ്ങളുടെയാണ്? ഏത് ഹോജയുടെയാണ്? എല്ലാവർക്കും കൂടി പങ്കിടാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉത്ബോധനം ആ ഹജ്ജത്തുൽ വദായിൽ വെച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ നിങ്ങൾക്ക് മതമായിട്ട് ഞാൻ അംഗീകരിച്ചത് ഇസ്ലാമാണ്. നിങ്ങൾക്ക് മതമായിട്ട് ഞാൻ അംഗീകരിച്ചത് ഇസ്ലാമാണ്. നിങ്ങൾ അംഗീകരിച്ചതല്ല, ഞാൻ അംഗീകരിച്ചതാണ് ഇസ്ലാം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും നമ്മൾ തോന്നിവാസം ചെയ്യുന്നതൊക്കെ ഇസ്ലാമിയത്താണ്, അത് മറ്റവന്റെ ഇസ്ലാമിയത്താണ്, അത് നമുക്കുള്ള ഇസ്ലാമിയത്തല്ല എന്ന് പറയുന്ന പൊട്ടത്തരങ്ങൾ മേലിൽ സംഭവിച്ചു പോകരുത്. ഈ ഇരിക്കുന്ന നമുക്കാർക്കും സംഭവിച്ചു പോകരുത്. അറിവിന്റെ അഭാവത്തിൽ പലരും പലതും പറഞ്ഞേക്കാം, പലതും കേട്ടേക്കാം, പക്ഷേ നമുക്കത് ബാധകമല്ല. റഹ്മാനായിരിക്കുന്ന തമ്പുരാൻ വളരെ ഗൗരവത്തിന്റെ ഭാഷയിലായി അറഫ മരുഭൂമിയിലുള്ള ജബലുർ റഹ്മ എന്ന ആ പരിശുദ്ധമായ പർവ്വതത്തിന്റെ മൂർദാവിൽ ഒരു മഅറൂഫത്തായ സഖറത്ത് എന്ന് പറയുന്ന ആ പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഓതിക്കൊടുക്കുന്നു, അല്ലയോ സ്വഹാബികളെ, അള്ളാഹുവിന്റെ നിർദ്ദേശം ഇത വന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. എന്തൊരു ആഹ്ലാദമാണ്, എന്തോ ഒരു സന്തോഷമാണ്.
ആ സ്വാഗതാർഹമായിരിക്കുന്ന ദീന് ഞങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുകയാണ്. പാടുപെട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് സ്വന്തമായിരിക്കുന്ന മക്കളെ യതീമുകളാക്കി മുതലുകളൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. ശരീരങ്ങൾ മുഴുവനും ശത്രുക്കളുടെ വാളിന് ഇരയാക്കിക്കൊണ്ട് മഹാന്മാരായ സഹാബികളെ മുഴുവനും വെട്ടിനുറുക്കി നശിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പാവനമായ ദീനിന്റെ പോരാട്ടങ്ങൾ ചെയ്തുകൊണ്ട് ഇസ്ലാം ദീനം പൂർത്തിയാക്കിയിട്ട് അള്ള പറയുകയാണ്, നിങ്ങളുടെ സേവനങ്ങളൊക്കെ പ്രശംസാർഹമായ സേവനമാണ്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, മുഴുവതും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് മതമായിട്ട് ഞാൻ പേര് വെക്കുന്നത് ഇസ്ലാമാകുന്ന മതത്തിനെയാണ്. അപ്പൊ ഇസ്ലാം ദീനാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഞാൻ പറയുന്നത് എന്റെ അല്ല, നമ്മുടെ എല്ലാവരും കൂടി ഒരു ഇസ്ലാം മതം മഹാന്മാരായ ആളുകൾ പറഞ്ഞത് നിങ്ങളുടെ വിളംബരം ചെയ്യുകയാണ്. ഞാനും നിങ്ങളും എല്ലാതും ഈ വിഷയത്തിൽ സമന്മാരാ. പലരും പറയും നമ്മൾ കേൾക്കാം, സ്ത്രീകൾക്ക് ഇരിക്കുന്ന പുരുഷന്മാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീകൾക്ക് നമ്മുടെ നാടുകളിലൊക്കെ ഒരു സമ്പ്രദായമുണ്ട്. വല്ല മുസ്ലിയാക്കന്മാരൊക്കെ വരുമ്പോ തലയിൽ തട്ടം വലിച്ചിടും. മുമ്പൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊക്കെ എടുത്തുപോയി. ഇപ്പൊക്കെ നല്ല ധൈര്യമാണല്ലോ സ്ത്രീകൾക്ക്, ആര് വന്നാലും കൂസുമില്ല, ഒരു പ്രശ്നമില്ല. മുമ്പൊക്കെ ഉണ്ടായിരുന്നു മുസ്ലിയാക്കന്മാരോട് വരുമ്പോ. ഇപ്പൊ വളരെ അപൂർവമായിട്ട് ആ മഹല്ലത്തിൽ നിൽക്കുന്ന ഒരു കാളിയരോ ഒരു മുസ്ലിയരൊക്കെ ഒന്ന് വരികയാണ്, ഒരു കാൽഭാഗം ഒരു ഹയാളുള്ള ഒരു പെണ്ണൊക്കെയാണെങ്കിൽ പെട്ടെന്ന് വളരെ ഉത്സാഹം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ചെറുതായിട്ട് എന്ത് ചെയ്യുന്നതാണ് ഒന്ന് പകുതി അപ്പൊ അതിനാട് പോയി പോവുകയും ചെയ്യും. ഇതൊക്കെ എന്ത് ദീനാണ് സഹോദരന്മാരെ? പെണ്ണുങ്ങൾ അവിടെ ഇരിക്കട്ടെ, ഇത് എന്ത് ദീനാണ്? അള്ളാഹുവിന്റെ ദീന് കൊണ്ട് അമ്മാനാടുക, അതിനെ പരിഹസിക്കുക, അതിനെ കളിയാക്കുക. ഈ ഇരിക്കുന്ന അധിക ആളുകളും വിവാഹം കഴിച്ചവരാണ്. ഭാര്യമാരെ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ വളർത്തിയാൽ എന്തൊരു സുന്ദരികളാണ് അവര്. നല്ല നല്ല സാധനങ്ങളെ കൊണ്ടുപോയിട്ട് അതിനെ നായക്കാട്ടം കൊണ്ട് നമ്മൾ നശിപ്പിച്ചുകൊണ്ട് നജീസാക്കുന്ന സ്വഭാവം നമുക്ക് ആർക്കും ഉണ്ടാവരുത്. പെണ്ണുങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കണം, നിങ്ങൾ എന്റെ ഇഷ്ടം കൂടാതെ നിന്റെ ശരീരം ഒരാൾ കാണുക എന്നുള്ളത് ഒരു കാലത്തും ഞാൻ പൊരുത്തപ്പെടുകയില്ല. എന്റെ സംരക്ഷണത്തിൽ നീ കഴിഞ്ഞുകൂടുന്ന കാലത്തോളം എന്റെ ഇഷ്ടം കൂടാതെ കണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ അന്യപുരുഷനാകുന്ന ഒരാൾ നിന്റെ ശരീരത്തിലേക്ക് ദർശിച്ചാൽ ഒരു കാലത്തും ഞാൻ നിന്നെ പൊരുത്തപ്പെടുകയില്ല എന്ന് വളരെ ധൈര്യമായി ഊന്നി പറഞ്ഞോ. എന്തിനാ പേടിക്കുന്നത്? ദീന് പറയാൻ ആരെ പേടിക്കാനുള്ളത്? പ്രത്യേകിച്ച് നമുക്ക് ഏൽപ്പിച്ചെന്നതായിരിക്കുന്ന അവരെ നാം പോറ്റുവാനും എല്ലാം ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഒരു കാരണവശാലും ഉണ്ടാവരുത്. അതുപോലെ ഇപ്പോ ഒരു പുതിയ സമ്പ്രദായം നാടുകളിലൊക്കെ പഴയ കാലത്തില്ലാത്തൊരു സമ്പ്രദായമാണ് മാക്സി, അതുപോലെ പർദ. വലിയ സെന്ററുകളൊക്കെ പർദ സെന്റർ, 1001 ഇനം പർദകള് പത്രത്തിലും പേപ്പറിലും നോട്ടീസിലും കാണാം. 1001 ഇനം പർദ, അതിന്റെ ആ മേച്ചുകളും രൂപങ്ങളും അതിന്റെ കളറുകളും ഇപ്പൊ 3000 ആയിക്കണമെന്ന് സംശയമുണ്ട്. അല്ലാഹുവലം 1001 ഞാൻ വായിച്ചതാ. ഇത് വാങ്ങാം. എന്നിട്ട് അതിലേക്ക് തലയിലിടാൻ എന്തുണ്ട്? മത്ത. മത്ത എന്ന് പറയുമ്പോൾ നൂനും കൂടി ചേർന്ന് മത്തന് എന്ന് പറയുകയാണെങ്കിൽ ഫിത്തന ഉണ്ടാകുന്ന ഒന്നേന്ന് അതിലേക്ക് ചേർക്കണം. എന്തതിന് മഫ്തനായി എന്ന് ഞങ്ങൾ ചിന്തിക്കാനുള്ളത്. പർദ കൊണ്ട് ചിലപ്പോൾ ഒക്കെ മറഞ്ഞ് ഏകദേശമൊക്കെ മറഞ്ഞാൽ തന്നെ തലയിലിട്ടതായിരിക്കുന്ന മത്ത തല മുഴുവനും മറക്കാനുള്ള പ്രായോഗികത അതിനില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് തലമുടി കെട്ടിവെക്കുന്ന സ്വഭാവങ്ങൾ എടുത്തുപോയി. സ്ത്രീകള് പഴയ കാലത്തുള്ള സ്ത്രീകളൊക്കെ തലയൊക്കെ ശരിക്ക് തലകളൊക്കെ വാർന്ന് ഈർന്ന് മുടഞ്ഞ് തലമുടി കെട്ടിവെച്ചിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ മുടികളൊക്കെ ഇങ്ങനെ അടിച്ചിടുകയാണ്. അപ്പൊ ആ മത്തകൾ കെട്ടിയാല് പെണ്ണെന്തായി നല്ല തല മുറിച്ച് നല്ല പെണ്ണ് പഴയ കാലത്ത് മാതിരി നല്ല ഇപ്പൊക്കെ നല്ല പർദ സമ്പ്രദായമൊക്കെ വന്നപ്പോ നല്ല അച്ചടക്കവും നല്ല മറയൊക്കെ ഉണ്ട്. എവിടെ ഈ ബേക്കലുള്ളതായ മുടിയുടെ സൈഡ് പിന്നിലാക്കി തൂങ്ങിക്കെടുക്കുകയാണ്. ഇത് അവറത്തല്ലെങ്കിൽ പിന്നെ ഏതാകുന്നു അവറത്ത്? ഇത് കാണാൻ പാടില്ലാത്തതാകുന്നു. എത്രമാത്രം അവളുടെ ശരീരത്തിൽ പിരിഞ്ഞു പോകുന്നതായിരിക്കുന്ന ഒരു രോമം കൂടി ഒരു അന്യപുരുഷന് ദർശിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാൻ പറ്റുകയില്ല. എന്നിട്ട് മറ്റുള്ളതായിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി തീർക്കൽ വളരെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത്ര സമയം ഞാൻ ഇത് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു സഹോദരനെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഇന്ന് മുതൽക്ക് തന്നെ ഉണ്ടായിട്ട് വീടുകളിലേക്കൊക്കെ വിവരറിയിക്കണം. ഒരു പഴയ ജീവിത രീതികളൊക്കെ ഒന്ന് മാറ്റട്ടെ. മരിക്കണ്ടേ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാവണ്ടേ? എന്നിട്ട് സാലിഹത്തായ പെണ്ണുങ്ങളൊക്കെ താമസിക്കുന്ന സ്വർഗീയമായ സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടേ? നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടേ? നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടേ? നമ്മൾ കാരണമായി ഇതൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളും അവരോടുകൂടെ നരകത്തിലേക്ക് പോവേണ്ടി വരുമല്ലോ. അത് കാക്കുവാനും സൂക്ഷിക്കുവാനും വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ഉണർത്തുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പിന്നെ ഇനി ഇൻഷാ അല്ലാഹ് അവസരോചിതമായി വീണ്ടും ഉണർത്താം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും വല്ല സംശയങ്ങൾ, എതിർപ്പുകളല്ല, എതിർപ്പ് പലർക്കും തോന്നിയേക്കാം, അത് വിഷയമല്ല. സംശയങ്ങളായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തീർന്നതിനോട് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. പിന്നെ വത്തഹാറത്തു അനിൽ അദതി, പിന്നീട് പറയുന്നത് തഹാറത്തും അനിൽ അദതി അയൽ അസ്ഗരി വൽ അക്ബരി,
ചെറുതും വലുതുമായിരിക്കുന്ന അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക. ഈ പറയുന്നത് എന്തിന്റെ ഷർത്ത? തവാഫിന്റെ ഷർത്ത്. അപ്പൊ അവറത്ത് മറക്കുക എന്നുള്ള ഷർത്ത് കഴിഞ്ഞു. പിന്നെ സാധാരണയിൽ പാൻറ്റൊക്കെ ഇട്ട് നടക്കുന്ന ആളുകൾക്ക് അവറത്ത് മറക്കും, പെട്ടെന്ന് പുക്കളിന്റെ കീപ്പോട്ടൊക്കെ ഇറങ്ങിപ്പോകും. അത് ഈ തവാഫിന്റെ വേളയിൽ സംഭവിച്ചാൽ തവാഫൊക്കെ ബാത്തിലാവും. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പറഞ്ഞത് പിന്നെയും പറയുന്നത് അമല് ബാത്തിലാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ഉണർത്തുകയാണ്. സാധാരണ പാൻറ്റിന്റെ മേൽ മാത്രം ജീവിക്കുന്ന ആളുകളുണ്ടാവും. അവര് ഇവിടുന്ന് പുറപ്പെടുമ്പോ ആരും പാൻറ്റിട്ടല്ല പോവുക. പ്രത്യേകിച്ച് നമ്മുടെ സംഘത്തിൽ ആരും അതിന് ഒരവസരം ഉണ്ടാവലില്ല. നല്ല ഇതൊക്കെ നമ്മൾ ഡ്യൂട്ടി ഡ്രസ്സുകളാ. ഗൾഫ് നാട്ടിലൊക്കെ വരുമ്പോ നമുക്ക് ജോലി ചെയ്യാനൊരു സൗകര്യത്തിനുള്ള വസ്ത്രങ്ങളാ. ഇത് നമ്മൾ വിവാദത്തിന് പോകുമ്പോൾ അതൊക്കെ തൽക്കാലമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അടിയിൽ നമ്മൾ നല്ല ഒരു ഉടുമുണ്ട്, നല്ലൊരു കന്തൂറ, നല്ലൊരു തലയെക്കെട്ട്, തൊപ്പിൻ തലപ്പാവൊക്കെ ഇട്ട് നല്ലൊരു പ്രത്യേകമായ ഒരു തയ്യാറെടുപ്പോട് കൂടെ പോകണം. എന്തിനു പോകുമ്പോഴുമാണ് ഒരു തയ്യാറെടുപ്പ്. നാം കന്നുപൂട്ടാൻ പാടത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഒരു തോർത്തുണ്ട്, അതും അവരത്ത് പറയുന്ന ഏറ്റവും നന്നായി അങ്ങനെ തോർത്തുണ്ട്. പിന്നെ പോത്തിനെ പൂട്ടാൻ ഒരു വടി, ഒരു കഴുത്തിൽ ഒരു നഖം, ഒരു കരി നഖം എന്നൊക്കെ പറയും നമ്മുടെ നാടുകളിൽ. അതൊക്കെ വെച്ചിട്ടാ പോവുക. അതേ സമയത്ത് പള്ളിക്കലേക്ക് പോകുമ്പോഴോ, പള്ളിക്ക് പോകുമ്പോൾ തോർത്തുണ്ട് മാറ്റി ഒരു നഖം ഒരു മുടിങ്കൂലൊക്കെ ഏറ്റാ പോലെ അല്ല. ഓരോന്നിലേക്ക് ഇറങ്ങുമ്പോഴും ഓരോ നിലക്കുള്ള ഹൈഅത്തുകളുണ്ട്, ഓരോ വസ്ത്രങ്ങളാകുന്നു. കുളിക്കാൻ പോകുമ്പോൾ നമ്മൾ സാധാരണ കുപ്പായം പാൻറ്റൊക്കെ മാറ്റിയിട്ടാണ് കുളിക്കാൻ പോവുക. ആൾക്കാർ വലിയ പിരാന്ത വായനെന്ന്. എല്ലാറ്റിനും ഓരോ യൂണിഫോമുകളുണ്ട്. അപ്പോ നമ്മൾ ഹജ്ജിനൊക്കെ പോകുന്നതായിരിക്കുന്ന ഹാജിമാര് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും നല്ല ഉഷാറായിക്കൊണ്ട് നല്ല ഒരു ഉടുമുണ്ടും നല്ല ഒരു കന്തൂറ അതൊക്കെ ഇട്ടിട്ട്, നല്ല കന്തൂറ എന്ന് പറയുമ്പോ കന്തൂറ ഇടാത്ത ആളുകൾ കന്തൂറ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പൂച്ച കുപ്പായിട്ട മതി കൂട്ടാ. അത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. കുറെ സെട്ട് ഇങ്ങനെ ശീലാക്കിക്കോളി. എത്ര ദിവസമായി നിങ്ങൾ ഈ കാലോറായിട്ട് വരണേ? നിങ്ങൾക്ക് എന്താ പറയുക, കന്തൂറ വാങ്ങിക്കൂടെ? 10 ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 കിട്ടും. കഴിവ് കൂടി വേണ്ട, ഒഴിവാക്കാം. എന്നാലും അത് പരിചയപ്പെട്ടൂടെ? എനിക്ക് ചെറുപ്പത്തിൽ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ ഒന്ന് പരിചയപ്പെടാനാണ് ഞാൻ പറയുന്നത്. അത് കാലിന്റെ ഞെരിയാണി വിട്ട് കീപ്പോട്ട് ഇറങ്ങുന്നത് എടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് ശീലാക്കരുത്. മോശം സ്വഭാവങ്ങളാ. മാ അസ്ഫല മിനൽ കഅബൈനി ഫഹുവ ഫിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞെരിയാണി വിട്ട് ഇറങ്ങിയാൽ അത് നരകത്തിലേക്ക് കൂട്ടിക്കളയും. വളരെ ശ്രദ്ധിക്കണം. അതിനാണ് ഞാനത് പറയുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ഇട്ട് ശീലാക്കിയാൽ കുറവുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞുതരും. അതേ സമയത്ത് ഹജ്ജിന് പോണ സമയത്ത് എല്ലാവരും ഓരോ കന്തൂറിട്ട് പൂച്ചക്ക് കുപ്പായിട്ട് കൊടുത്ത മാതിരി അങ്ങോട്ടും എല്ലാം അങ്ങോട്ടും എന്ത് വലിച്ചിട്ട് ഇങ്ങനെ വരിക, നിലത്ത് കൂടെ ഇങ്ങനെ ഇട്ട് വലിക്കുക, റോഡ് ഇട്ട് ആ രൂപത്തിൽ നിങ്ങൾ കന്തൂർ എടുക്കരുത്. നല്ല വെട്ട് കിട്ടും, ആരുടെ അടുത്തെങ്കിലും കിട്ടും വെട്ട് നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ഇടക്കൊക്കെ ഒരു കന്തൂറൊക്കെ ഇട്ടൊന്ന് ശീലാക്കിക്കൊള്ളിയത് നല്ലതാ. എന്നും ഇങ്ങനെ ഈ കാലുറങ്ങി പോയി ടൗസർ ഇട്ടിട്ട് ഇങ്ങനെ പള്ളിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മോശം തോന്നില്ലേ? വലിയ വലിയ മനുഷ്യന്മാര് പറഞ്ഞതും കൂട്ടാക്കില്ല. അത് നല്ലതാണ്. അപ്പോൾ ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് നല്ല അന്തസ്സോടുകൂടെ നല്ല തൊപ്പിൻ തലയെക്കെട്ടൊക്കെ കെട്ടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ വീട്ടിലേക്ക് തന്നെ പുതിയാപ്പളാരായിട്ട് ചെല്ല. അവിടെ അങ്ങനെ എഴുതിയിട്ട് ചുമരിന്റെ മുകളിലും അതുപോലെ റോഡുകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് എന്താ? ളുയൂഫുർ റഹ്മാൻ, ളുയൂഫുർ റഹ്മാൻ നളിഫു ഹാദൽ അർളൽ മുഖദ്ദസ. അള്ളാഹുവിന്റെ വിരുന്നുകാരെ, നിങ്ങൾ ഈ നാട് നാശാക്കരുത്, ഇതിനെ വൃത്തിയാക്കിക്കൂടിയെന്ന. കച്ചറകളൊന്നും കൊണ്ടുപോയിട്ടിട്ട് പുക വലിച്ചിട്ടോ കാറിക്കുരച്ച് തുപ്പിയിട്ടോ അതുപോലെയുള്ള അടുക്കുകളും മോശമായ കച്ചറകളിട്ട് നീ നാശാക്കരുത്, മുഖദ്ദസായ സ്ഥലമാണ്, പരിശുദ്ധമായ സ്ഥലമാണെന്ന് എല്ലാവർക്കും വായിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതി വെച്ചതായിരിക്കുന്ന പരിശുദ്ധമായ സ്ഥലത്ത് ളുയൂഫുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അതിഥികൾ എന്നാ. അപ്പൊ അള്ളാഹുവിന്റെ അതിഥികൾ അവന്റെ വീട്ടിലേക്ക് തന്നെ വിരുന്ന് ചെല്ലും. നമ്മുടെ എവിടേക്കൊക്കെ വിരുന്ന് പോകുകയാണെങ്കിൽ നമ്മൾ ഈ സാധാരണയുള്ള വസ്ത്രം അല്ല, ആളുകളെ ടിപ് ടോപ്പായിട്ട് ഉഷാറായിട്ടല്ലേ പോവുക. അപ്പൊ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വിരുന്ന് ചെല്ലുന്ന ആളുകളാകുമ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്ന നല്ല ഇബാദത്തിന്റെ ഡ്രസ്സുകളോടുകൂടെ ആയിരിക്കണം പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെല്ലാം ഉണ്ടാവണം. അപ്പൊ അടിയിലെടുത്തതായിരിക്കുന്ന മുണ്ട് തവാഫിന്റെ വേളയിൽ അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് മുറുക്കി കെട്ടണം. ചിലപ്പോൾ നമ്മൾ വല്ല ബെൽറ്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് കെട്ടുക. അതിൽ നിങ്ങളുടെ അരയിൽ കെട്ടുന്ന ചരട് നമ്മൾ കെട്ടാന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ടൊക്കെ ശരിക്കും മുറുക്കി കെട്ടണം. തവാഫിന്റെ വേളയിൽ നമ്മുടെ പെട്ടെന്ന് പുക്കളിന്റെ കീപ്പോട്ട് വസ്ത്രം അഴിഞ്ഞു പോയാൽ അത് അല്പസമയം അതിന്റെ ശേഷമായി അഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് മുന്നോട്ട് നടന്നാൽ ആ തവാഫ് സഹിയാവാതെ വരും. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് വീണ്ടും ഞാൻ തിരിച്ചു വന്ന് ഓർമ്മയാക്കിയത്. പിന്നെ ചെറുതും വലുതുമായ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക. ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി എന്ന് പറയുന്ന 2 അശുദ്ധി ആണിനും പെണ്ണിനും സംഭവിക്കാം. ഇതിൽ നിന്ന് പൂർണ്ണമായി ശുദ്ധിയായിരിക്കേണ്ടതാവുന്നു. ചെറിയ അശുദ്ധി എന്ന് പറയുന്നത് എന്താ? അപ്പോ അത് ഉളുണ്ടായിരിക്കുക. ഉളില്ലാത്ത ഘട്ടങ്ങൾ ഉണ്ടാവാൻ പറ്റുകയില്ല തവാഫിന്റെ വേളയിൽ. വലിയ അശുദ്ധി എന്ന് പറഞ്ഞാലോ വലിയ കുളി നിർബന്ധമാവുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പറ്റുകയില്ല. ചില ആളുകൾക്ക് ഉളുണ്ടാക്കിയാൽ ഉളു മുറിയാത്ത ചില ആളുകളുണ്ടാവും. മരിച്ചവരല്ല കേട്ടോ, മരിച്ച ആളുകൾക്ക് ഉളു മുറിയുന്ന പ്രശ്നം അവിടെ വരുന്നില്ല. ഉളുണ്ടാക്കി കൊടുത്താൽ ഉളു മുറിയില്ല. ഹയാത്തുള്ള ആളുകൾ തന്നെ നാട്ടിലൊക്കെ നമ്മളെ ഈ തറാവിനൊക്കെ കുട്ടികൾ വല്ലാതെ വന്നു കൂടുമല്ലോ. അവർ മദരബിക്ക് എന്ന തറാവി കഴിഞ്ഞാൽ പോവുക, അവർ ഉളു മുറിയോ? ഇല്ല.
എന്തൊക്കെ തിന്ന് കയറ്റിട്ട് തന്നെ വളികളും ധാരാളം വിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ഒന്നു മുറി എന്താ അറിയില്ല, ഒന്നു മുറിയുന്ന കാര്യം അറിയില്ല, അതുകൊണ്ട് തന്നെ മുറിയില്ല. അതുപോലെ ഒന്നു മുറിയുന്ന കാര്യം അറിയാത്തതായിരിക്കുന്ന ആളുകൾക്ക് ഒന്നു മുറിയോ? ഇല്ല. ഇത് ചില സമയങ്ങളിൽ നമുക്ക് നേരത്തെ ഞാൻ നാളെ പറഞ്ഞില്ലേ, 4 തക്ബീർ കെട്ടേണ്ടതിന് പകരം 2 കെട്ടി അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയ ഒരു സംഘടനക്കാരനാണെങ്കിൽ എന്തായിരിക്കും അവന്റെ ആ പരാജയം? അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാലോ. ഒന്നു മുറിയുന്ന കാര്യങ്ങൾ എത്ര ഉണ്ട് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും. അപ്പൊ ഇന്ന് പെട്ടെന്ന് പറയാൻ കഴിയും അതെങ്ങളല്ലേ? അപ്പൊ നിങ്ങളിപ്പോ വന്നിട്ട് ഒന്നും ആരും മുറിഞ്ഞിട്ടില്ലേ? നല്ല മനുഷ്യന്മാരെ പിന്നെ നിങ്ങൾ ഈ ഗ്യാസിന്റെ സൂക്കടുണ്ട്, പയറിന് സുഖമില്ല, അങ്ങോട്ടാണ് ഇങ്ങോട്ടാന്നൊക്കെ പറയണുണ്ടല്ലോ. ഉള്ളു മുറിയുന്ന കാര്യങ്ങള് പറയില്ലേ? 6 കാര്യങ്ങളാണ് ഉള്ളു മുറിയുന്ന കാര്യം. നിങ്ങൾ ശരി പറഞ്ഞാലേ ഞാൻ ആദ്യം പറയുള്ളൂ കേട്ടോ. ശരിയാണ് നിങ്ങൾ പറഞ്ഞെന്ന് ബോധ്യം വന്നാലേ ഞാൻ ഒന്നാമത് പറയുള്ളൂ. അപ്പൊ എത്ര കാര്യമുണ്ട്? ഇതിലാർക്കും ഖിലാഫില്ലല്ലോ. വല്ല ഖിലാഫ് ഉണ്ടായിരിക്കെങ്കിലും ആർക്കും ഖിലാഫില്ല. അപ്പൊ ഇത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ ആദ്യത്തെ പറയില്ല. നിങ്ങൾക്ക് ഖിലാഫില്ല, ഞാനും കൂടി ഖിലാഫിൽ പങ്കെടുക്കണ്ടേ? പിന്നെ കുറഞ്ഞു വരാണല്ലോ. അപ്പൊ 4 പഠിക്കാം, സമയം പോകാതിരിക്കാനാ. അപ്പൊ ഇതൊക്കെ ഒരുപാട് സമയങ്ങൾ എന്റെ വിഷയങ്ങളാ. 4 കാര്യം. അപ്പൊ ഞാൻ ഒന്ന് പറയാം, ബാക്കി നിങ്ങൾ പറയണം. ഒന്ന്, ഖുറൂജു ശൈഇൻ മിൻ അഹദി സബീലൈനി വലൗ റീഹൻ നാദിറൻ ഔ ഗൈറ നാദിരിൻ മുഅ്താദൻ ഔ ഗൈറ മുഅ്താദിൻ. അതിന്റെ അർത്ഥവും പറയാം. ഒരു വസ്തു പുറപ്പെടുക രണ്ടാലൊരു വഴിയിൽ കൂടെ, മുന്തുവാരം ബിന്ദുവാരം എന്ന് പറയപ്പെടുന്ന ആ വഴിയിൽ കൂടെ, ധാരയിൽ കൂടെ. അത് പ്രത്യേകം പറയാൻ, വേറെയും ധാരകളുണ്ട്. കാതിന് ഓട്ടുണ്ട്, മൂക്കിന് ഓട്ടുണ്ട്, വായിക്കോട്ടുണ്ട്, അതല്ല. ഈ 2 ധാരയിൽ കൂടെ, മുന്തുവാരം ബിന്ദുവാരം എന്ന് പറയപ്പെടുന്ന ആ ധാരയിൽ കൂടെ ഒരു വസ്തു പുറപ്പെടുക. അതൊരു കാറ്റ് പുറപ്പെട്ടാലും മതി, സാധാരണ പുറപ്പെടുന്നതാവട്ടെ അസാധാരണ പുറപ്പെടുന്നതാവട്ടെ, അത് ചെറിയതാവട്ടെ വലിയതാവട്ടെ, ഇങ്ങനെ ഒരു വസ്തു പുറപ്പെട്ടാൽ അവന്റെ ഉള്ളു മുറിഞ്ഞു. ഒരു കാറ്റായിരുന്നാലും ശരിയാണ്. ഇപ്പൊ കള്ളിയൊക്കെ മനസ്സിലാതെ, ഈ കാറ്റിന്റെ കൂട്ടത്തിൽ 2 സൈസ് കാറ്റുണ്ട്. കാറ്റ് പറഞ്ഞാല് നല്ല ശബ്ദമുള്ളതായ കൊടുങ്കാറ്റ് പോലെയുള്ള കാറ്റുകളുണ്ട്. സാധാരണ നമ്മുടെ ഈ AC കാറ്റൊക്കെ വരുമ്പോഴുള്ള ചെറിയ കാറ്റുകളുണ്ട്, സൗണ്ട് ഇല്ലാത്ത കാറ്റ്. ഏത് കാറ്റായിരുന്നാലും വേണ്ടില്ല. വലിയ കാറ്റ് വരുമ്പോ ചിലപ്പോ വിടുമ്പോ ആളുകൾ ചിരിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സഹാബി പള്ളിയിൽ നിന്ന് വെളിയിട്ടു. സഹാബികള് അടുത്തിരിക്കുന്നവരൊക്കെ ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ചങ്ങായിമാരെ ഒരാൾ വളിയിട്ടാത്ത ചിരിക്കാനുള്ളത്? വളിയിട്ടാ ചിരിക്കാത്ത മനുഷ്യന്മാരുണ്ടാവൂലാന്നാ ചിരി വരുന്നത്. അതായത് ഇട്ടോനല്ലേ വിളിക്കണത്. ഇട്ടാള് നമ്മൾ സാധാരണ പറയില്ലേ, വല്യോന് വളിയും ചേരും. കുട്ടികൾ വളിയിട്ടാലും എന്താ വളിയിടാ, പുറത്തു പോ, വല്യോനിട്ടാലും ആരും ശ്രദ്ധിക്കില്ല. അപ്പൊ വല്യോനെ ചേർന്നു. ഏതായാലും ആവട്ടെ, ഇത് 2 പുറപ്പെട്ടാലും അത് എപ്പോഴെങ്കിലും വരുന്നതാ സാധാരണ പുറപ്പെടുന്നത് എന്ന് പറയുന്നത് കൊണ്ട് സാധാരണ മൂത്രം, അത് കാട്ടം പോലെയുള്ളതൊക്കെ സാധാരണ പുറപ്പെടാം. അത് പുറപ്പെട്ടപ്പോഴും അങ്ങനെ തന്നെ എപ്പോഴെങ്കിലും പുറപ്പെടുന്നതായിരിക്കുന്ന ഒരു പുഴു പുറപ്പെട്ടു, ഒരു ചെറിയ കല്ല് പുറപ്പെട്ടു, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പുറപ്പെട്ടു, എന്ത് പുറപ്പെട്ടാലും, അല്ലെങ്കിൽ മതി പുറപ്പെട്ടു, അല്ലെങ്കിൽ ഒതി പുറപ്പെട്ടു. മതി ഒതി എന്നൊക്കെ പറയുന്ന 2 വസ്തുക്കളുണ്ട്. മതി ഒതി അത് നജീസാണ്. നജീസിന്റെ കൂട്ടത്തിൽ പറയാന്ന് വെച്ചുവെങ്കിൽ ഓർമ്മ വന്നപ്പോ പറയുകയാണ് മതി. മതി എന്ന് പറഞ്ഞാല് ഭാര്യ ഭർത്തു സുഖം അനുഭവിക്കുന്നതിന്റെ മുമ്പെയായി വികാരത്തിന്റെ ആരംഭത്തില് അവന്റെ മുന്തുവാരത്തിൽ നിന്നോ അവളുടെ മുന്തുവാരത്തിൽ നിന്നോ വരുന്ന ഒരു തരം അല്പം കട്ടിയുള്ളതായ ദ്രാവകമാകുന്നു. അത് നജസാണ്. അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാലേ അത് കഴുകി വൃത്തിയാക്കിയേ പറ്റുകയുള്ളൂ. അത് പുറപ്പെട്ടത് കാരണമായിട്ട് കുളിക്കൽ നിർബന്ധമില്ല. അതിന്റെ ശേഷം പുറപ്പെടുന്ന ഇന്ദ്രിയം കൊണ്ടേ കുളിക്കൽ നിർബന്ധമുള്ളൂ. ഈ മതി കാരണമായിട്ട് കുളി നിർബന്ധമില്ല. ഉളു ഉള്ള സമയത്താണോ അത് സംഭവിച്ചതെങ്കിൽ അവന്റെ ഉളു മുറിഞ്ഞു പോകും. വതി വതി എന്ന് പറയുന്നത് ആ ഒരു വസ്തുവുണ്ട്. 2 ദാലിന് പുള്ളിയുള്ളതാണ് മതി വതി. വതി എന്നുള്ളത് ശരീരത്തിന് ശക്തിയാ ക്ഷീണമുള്ള സമയങ്ങളിലും ഭാരമുള്ള വല്ല സാധനങ്ങളൊക്കെ ഏറ്റി കുറച്ചൊക്കെ നടന്നാലൊക്കെ ചില ആളുകൾക്ക് അവന്റെ മുന്തുവാരത്തിൽ നിന്ന് അല്ലെങ്കിൽ അവളുടെ മുന്തുവാരത്തിൽ നിന്ന് വരുന്നതായ അല്പം കട്ടി കുറഞ്ഞതായിരിക്കുന്ന ഒരു തരം ദ്രാവകമാകുന്നു. കൊഴുപ്പുള്ളതായ ദ്രാവകമാണിത്, നജസാണ്. അത് കഴുകി വൃത്തിയാക്കണം.
ശരീരത്തിലോ വസ്ത്രത്തിലോ ആയിക്കഴിഞ്ഞാൽ നിസ്കാരങ്ങൾ പോലുള്ള ഇബാദത്തുകളൊന്നും സഹിയാവുകയില്ല. കുളി അതുകൊണ്ട് നിർബന്ധവുമില്ല. ഇത് ഉളുവിനെ മുറിക്കുന്ന കാര്യമാകുന്നു. അപ്പൊ സാധാരണ വരുന്നതും അസാധാരണ വരുന്നതും അതൊരു കാറ്റാണെങ്കിലും ശരി, വെള്ളമായാലും ശരി, എന്തായിരുന്നാലും കാറ്റ്, സാധാരണ കാറ്റുകളോ കൊടുങ്കാറ്റോ എന്ത് സംഭവിച്ചാലും ഉളു മുറിയത് ഒന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തേത് നിങ്ങൾ പറയണം. ഉറക്കം കൊണ്ടോ മറ്റോ ബുദ്ധിയുടെ വകതിരിക്കുക. സവാലുൽ അഖലി നൗമിൻ ഔ ഗൈരിഹി. ഉറക്കം കൊണ്ടോ മറ്റോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. അപ്പൊ കള്ള് കുടിച്ച് ബുദ്ധി നീങ്ങിയാലും ഉള്ള സമയത്താണെങ്കിൽ അവന്റേതായ ഉതു മുറിഞ്ഞുപോയി. ഇതൊക്കെ ചില മാനവീയായ ആന്തരികമായിരിക്കുന്ന പരീക്ഷണങ്ങളാണ് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന്. ഭഗതിൽ നീങ്ങപ്പോ ഉളു എവിടേക്കേ പോയി ആരും ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഉളുവിൻ്റെതായ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. ഉറങ്ങിയപ്പോ ബുദ്ധി പോയോ? ഉറങ്ങിയ ഭ്രാന്തനാ. ഉറങ്ങിയപ്പോ പിന്നെ ഈ ലോകത്തുള്ള കള്ളിയൊന്നും അറിയില്ലല്ലോ. ചില മനുഷ്യന്മാര് കിടന്ന് ഉറങ്ങിയാൽ എന്ത് സംഭവിച്ചാലും അറിയില്ല. വെടി വെട്ടിയാലും ഇടി വെട്ടിയാലും ഒന്നും അറിയില്ല. വിളിച്ചിട്ട് അറിയില്ല പോട്ടെ, വലിയൊരു ഇടി വെട്ടിപ്പോയി. നേരം പുലർന്ന് എല്ലാവരും പറഞ്ഞു ഇന്നലത്തെ ഇടി അല്ലത് അറിഞ്ഞ എന്താണ് ഇടി? അല്ലോ ഞാൻ ആ പേടിച്ചു പോയി, വീട് ഇങ്ങനെ കുലുങ്ങി പോവാ. ഈ മുപ്പിൽ പറയുന്നത് ഇടി തന്നെ വെട്ടിയില്ല. പോയി പടയാ കടന്നോടെയും പറഞ്ഞുകൊണ്ട് ഈ ഇടി വെട്ടണു. ഈ എന്തേ കേട്ടാവോ? എവിടെ ഈ മൂപ്പര് ഉറങ്ങി കിടക്കുകയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ മൂപ്പര് അറിഞ്ഞിട്ടില്ല എന്നത് പറയാൻ മൂപ്പർക്ക് ഒരു മടി. ഞാൻ ഉറക്കത്തിൽ പെട്ടുപോയി എന്ന് പറയുന്ന മടിയനായതുകൊണ്ട് മറ്റോ പറഞ്ഞ സത്യം നിഷേധിക്കാം. എപ്പോഴും ഒരാൾക്ക് ഉയർന്നു നിൽക്കാനാണ് ആഗ്രഹമുള്ളത്. അപ്പൊ ഏതായിരുന്നാലും ആവട്ടെ, അങ്ങനെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ അതാ അവന്റെ ഉളു നഷ്ടപ്പെട്ടു പോയി. മൂന്നാമത്തെ കാര്യം, അന്യ സ്ത്രീ പുരുഷന്മാരുടെ തലാഖി ബശറത്തൈ ദക്കരിൻ വഉൻസ അജ്നബിയൈനി കബീറൈനി. അന്യപുരുഷനായ പോരാ, രണ്ടുപേരും വലിയവരും അന്യവരുമാകുന്ന സ്ത്രീ പുരുഷന്മാരുടെ രണ്ട് തൊലി തമ്മിൽ ചേരണം. തൊലി ചേരണം. തൊട്ടത് കൊണ്ടൊന്നും പറയുകയില്ല. ഒരു പെണ്ണിന്റെ കൈ അവളുടെ ആ തട്ടം കൂട്ടി പിടിച്ചു, അതുകൊണ്ട് ഒന്നു പറയുകയില്ല. പരസ്പരമായ തൊലി ചേരണം എന്നതുകൊണ്ട് പല്ല് ചേർന്നാൽ പറ്റുകയില്ല, തലമുടി ചേർന്നാൽ പറ്റുകയില്ല. നഖം കൊണ്ട് വലിയ നഖണ്ടല്ലോ, വലിയ നഖണ്ടാക്കി നടക്കുന്ന ആളൊരു പെണ്ണിന് നഖം കൊണ്ടൊന്ന് കുത്തി ഒന്നു പറയുകയില്ല. കുത്തല് പറ്റുകയില്ല എന്നുള്ളത് വേറെ പ്രശ്നം. ഒന്നു പറയുകയില്ല. എന്തേ കാരണം? അതിനൊക്കെ മഹാന്മാരായിരിക്കുന്ന ആളുകൾ വളരെ ആത്മപരിശോധന, സൂക്ഷ്മ പരിശോധന ചെയ്ത ചില പ്രയോഗങ്ങളിൽ നിന്നത് കിട്ടി. തലാഖി ബശറത്തൈ ദക്കരിൻ വഉൻസ അജ്നബിയൈനി കബീറൈനി. അന്യവരും വലിയവരുമാകുന്ന അന്യവരാവണം. അപ്പൊ അന്യ സ്ത്രീകളുടെ തൊലി തമ്മിൽ ചേരുക. അപ്പൊ സഹോദരി, ബാപ്പന്റെ സഹോദരി, ഇതൊക്കെ നമുക്ക് അടുത്ത സ്ത്രീകളാണ്. ഉമ്മന്റെ സഹോദരിമാര്, ഉമ്മന്റെ ഉമ്മമാര്, ബാപ്പന്റെ ഉമ്മമാര്, അതുപോലെ ഉമ്മാന്റെ ഉമ്മായുടെ സഹോദരിമാര്, ഇതൊക്കെ നമ്മുടെ അടുത്തടുത്ത ആളുകളാണ്. അതുപോലെ നമ്മുടെ ബാപ്പന്റെ അനുജന്മാരുടെ ഭാര്യമാര് നമ്മുടെ ഏറ്റവും അടുത്ത അല്ലേ? അവരെ തൊട്ടൊന്നും അറിയോ? അവരെന്നെ പെണ്ണുങ്ങളാ. ബാപ്പയുടെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ മൂത്താപ്പയോ അല്ലിപ്പയോ കല്യാണം ചെയ്തു കൊടുന്ന മൂത്തമ്മാനെ തൊട്ടാൽ ഉളുമുറിയോ? നല്ല ആലോചിച്ച് പറഞ്ഞാൽ മതി. സംഗതി വലിയ ഗൗരവമാണ്. ഉളുമുറിയോ? ആ തള്ളവിടെ വന്നതിന്റെ ശേഷമാണ് നമ്മളെവിടെ പെറ്റ് വലുതായത്. ഉളുമുറിയോ? അന്യ പെണ്ണാകുന്നു. മൂത്താപ്പ് മരിച്ചു കഴിഞ്ഞാൽ ആ തള്ളക്കോട് മുലകുടി ബന്ധോ മറ്റോ ഇല്ലായിരുന്നുവെങ്കിൽ അതിന് നമുക്ക് വിവാഹം കഴിക്കാൻ ശരിയായിട്ട് വിരോധമില്ല. അപ്പൊ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരാതൊക്കെ പല കാര്യങ്ങളുണ്ട്. അത് അപ്പോ മഹറമാവാതിരിക്കുക. റലാന്റെ മഹറം, മുസാഹറത്തിന്റെ മഹറം, നെസബന്റെ മഹറം, 3 ജാതിയിലാണ് പാടില്ലാത്ത ആളുകള്. തൊട്ടാൽ ഉമുറിയാത്ത ബന്ധങ്ങള് മുസാഹറത്ത് കൊണ്ടുണ്ടാവാം, നെസബ കൊണ്ടുണ്ടാവാം, റലാ കൊണ്ടുണ്ടാവാം. അതായത് മുലകുടി ബന്ധങ്ങള്, കെട്ട് ബന്ധങ്ങള്, തറവാട് ബന്ധങ്ങള്. അത് ഇനി നീണ്ട പട്ടികയാണ്. ആ വൈക്ക് ഞാൻ പോകുന്നില്ല. അത് നീണ്ട വിഷയമാണ്. 3 കാര്യം പറഞ്ഞു. ഇനി ഒരു മുൻകൈയിന്റെ പള്ള കൊണ്ട് മസ്സു ഫർജില്ലാദമീബി ബത്നിൽ കഫി. മസ്സു ഫർജില്ലാദമീ മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം സ്പർശിക്കലാവുന്നു, തൊടലാകുന്നു. ബി ബത്നിൽ കഫി, മുൻകൈയിന്റെ പള്ള കൊണ്ട് തൊടലാകുന്നു. മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ഖറജ പുറപ്പെട്ടു. ബഹീമത്തിന്റെ ഗുഹ്യസ്ഥാനം ഫർജുൽ ബഹീമത്തി, ബഹായിമി കാലിയുടെ ഫർജിനെ തൊട്ടാൽ, എരുമയുടെയോ പശുവിന്റെയോ ആടിന്റെയോ ഫർജി തൊട്ടാൽ ഉളൂറിയോ? എന്താ അത്ര പേടി? ഉളൂറിയോ? ഇല്ല. എന്തേത്? മനുഷ്യനല്ലല്ലോ, മനുഷ്യനല്ല. ഉളൂറിയയില്ല. ഒരു കാരണവശാലും ഉളൂറിയയില്ല. ഒട്ടും പേടിക്കേണ്ട. അത് പോയി തൊടാനല്ല, അത് തൊടുന്നത് നല്ല പണിയല്ല.
പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ ഉളു മുറിയോ ഇല്ല, ഉളു മുറിയയില്ല. ബി ബത്തുനിൽ കഫി എന്ന് പറഞ്ഞാൽ മുങ്കയിന്റെ പള്ള കൊണ്ട് തൊടണം. അപ്പൊ ഈ ഭാഗം കൊണ്ട് പിൻഭാഗം കൊണ്ട് തൊട്ടാ ഉളു മുറിയില്ല. പിന്നെ അതുപോലെ ഒരാബി അത്രാഫിന്റെ സാബി വിരലുകളുടെ തുമ്പുകളെ കൊണ്ട് തെല്ലുകളെ കൊണ്ട് തൊട്ടാ വെറുതെ അങ്ങനെ തൊട്ടു നോക്കി. നമ്മുടെ കയ്യിലുള്ള സാധനം തന്നെ, നമ്മുടെ സാധനം തന്നെ. ഇതിവിടെ കുറെ ഇതിന് ശ്രദ്ധിച്ച് അതിന്റെ ശ്രദ്ധ വിട്ട് വരെ കൂടെ. അപ്പൊ ഈ മൂപ്പര് കഴിച്ചില്ലായോ? നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചെല്ല്, ഒരു പൊതു ചെല്ല് പറയാറുണ്ട്, പിന്നെ തീയര് ചെത്താൻ പോയ മാതിരി. ഉസ്താദ്മാർക്ക് പിന്നെ പഠിപ്പിക്കുന്ന കാലത്ത് നല്ല തമാശ പറഞ്ഞിരുന്നു, എന്തിന് പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഓരോന്ന് ഓർമ്മ, തീയര് ചെത്താൻ പോയ മാതിരി. ഒരു തീയൻ ചെത്താൻ വേണ്ടി തെങ്ങിന്റെ പോലോ കരിമ്പിന്റെ പോലെ കയറുമ്പോ ഈ കോണെടുക്കുന്ന ആൾക്കാരാണല്ലോ അവരെ കണ്ണൊക്കെ. കോണ മനസ്സിലായില്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ കുറെ ആവൂല് കീട്ട് കൊണ്ടുപോയല്ല, അവിടെ എത്തിയിട്ട് തിന്നാച്ചിട്ട് ചെന്ന് നോക്കുമ്പോ ഇയാള് കയറുമ്പോഴൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പൊ ഈ പൊട്ട മനസ്സിലാക്കി എന്താ ഈ മൂപ്പരാട്ടൊക്കെ തിന്നതിനാ. ഇയാൾക്ക് ചൂടായൊക്കെ എന്ത് ചെയ്ത് പിന്നെ ഓതല്ലാതെ കയ്യിലുണ്ടാകുന്ന കത്തി കൊണ്ട് പിന്നെ തെങ്ങി എത്തലല്ല ചെയ്തത്, പരിപാടി ഒറ്റ മുറിക്കല. ഇങ്ങനൊക്കെ ചിലപ്പോ എന്ത് ചെയ്തു, നമ്മൾ ഓരോരോ ഓർമ്മയിൽ പോയിട്ട് മൂപ്പര് നമ്മുടെ കയ്യിലില്ല എന്ന നിലക്ക് ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയാൽ ഉളു ഉണ്ടെങ്കിൽ ഉളു മുറിയോ? ഉളു മുറിയയില്ല. അതുപോലെ എന്ത് രണ്ട് വിരലിന്റെ ഇടയിൽ ഇറുക്കി പിടിച്ചു, അങ്ങനത്തെ ഇറുക്കി പിടിക്കാനാണ് ആണുങ്ങൾ പുരുഷന്മാർക്കില്ലേ അത് കഴിയുള്ളൂ. എന്നാൽ ഉളു ഉള്ള സമയത്താണ് അങ്ങനെ പിടിച്ചതെങ്കിൽ ലാ എന്തൊക്കെ ഉളു മുറിയയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ഈ പരിശുദ്ധമായ ഹദീസിനെ മഹാന്മാരായ മുഫസ്സിരീങ്ങളും മദ്ഹബിന്റെ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളാണല്ലോ നമ്മുടെ അമല് കർമ്മശാസ്ത്രങ്ങൾ അവർ പഠിപ്പിക്കുകയാണ്. എന്തൊരു പ്രയോഗമാണ്! മസ്സുഫർജിൽ ആദമിയ്യി ബത്നിൽ കഫി, മുങ്കയ്യിന്റെ പള്ള കൊണ്ട് ആദമിയ്യിന്റെ വറജ് തൊടലാകുന്നു, മനുഷ്യരുടെ വറജ് തൊടലാകുന്നു. മനുഷ്യൻ എന്നതുകൊണ്ട് മിൻ നഫ്സിഹി വഗൈരിഹി, അവന്റേതായാലും വൈറിന്റേതായാലും സമമാണ്. ആണായാലും പെണ്ണായിരുന്നാലും വേണ്ടില്ല, ചെറിയൊരു കുഞ്ഞിന്റെ പൈതലിന്റേതായിരിക്കണം പറഞ്ഞു വിട്ടാലോ എന്ന് പറയുന്നതാണ്. സാധാരണ കുട്ടികളൊക്കെ വല്ലാതെ കരഞ്ഞ് വേജാറാകുമ്പോ തള്ളാറ് നിസ്കരിക്കാനൊക്കെ വൈകുന്ന നാള് ചോദ്യക്കാരൻ പറഞ്ഞല്ലോ. അങ്ങനെ കുട്ടികളൊക്കെ താലോചിച്ച് കൊടുന്നിങ്ങനെ കെടുത്തിയിട്ട് ഉമ്മ ഉളുണ്ടാക്കി വന്നിട്ട് എന്ത് ചെയ്യും, കുട്ടികളെ പറഞ്ഞോട്ട് മോനെ ഇവിടെ കെടുക്കിട്ട ഉമ്മ നിസ്കരിച്ച് വരട്ടോ. അതിന്റെ മുകളിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഉമ്മ രണ്ട് ഉമ്മയും വെച്ചിട്ട് ഉമ്മ ഇപ്പൊ വരട്ടോ, ഉമ്മയുടെ കുട്ടി ഇവിടെ നിന്ന് കെടുക്കി രണ്ട് കാട്ടിൽ കാട്ടിയായിട്ട് പോയാ എന്തായിരിക്കും അതിന്റെ ഹാലുകള്? പൊന്നാര പെണ്ണുങ്ങളെ, നിങ്ങളിൽപ്പെട്ടവർ ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മേലിൽ ആവർത്തിക്കരുത്. പറയാൻ പറ്റുന്നവരിൽ ആരെങ്കിലും വിഡിത്തരം മനസ്സിലാക്കിയവരുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പൊ ചെറിയതായിരിക്കുന്നത് കുഞ്ഞിൻ്റെത് തൊട്ടാലും അങ്ങനെ തന്നെയാവുന്നു. അതേ സമയത്ത് തൊലി തമ്മിൽ ചേരുക എന്നുള്ളത് ഒരു ചെറിയതായ ഒരു പെൺകുട്ടിയെ ഒരു വലിയതായ ഒരു പുരുഷൻ എടുത്തു, അന്യ പെൺകുട്ടിയാണ്, യാതൊരു കുഴപ്പവുമില്ല, ഉളു മുറിയുന്ന പ്രശ്നം അവിടെ ഇല്ല. അപ്പൊ രണ്ടുപേരും വലിയവരാകുക, അജ്നബിയൈനി കബീറൈനി എന്നാ പറയുന്നത്. ഇങ്ങനത്തെ 4 കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഉളു മുറിയാതിരിക്കുന്ന കാര്യങ്ങൾ, ഉളു മുറിയുന്ന കാര്യം സൂക്ഷിക്കാനും വേണ്ടിയാവുന്നു. ഇതൊന്നും തവാബിന്റെ വേളയിൽ സംഭവിക്കരുത്. അന്യപുരുഷന്മാരുമായി സ്ത്രീകളുമായുള്ള ഇടകലരുന്ന ആ പരസ്പരമായ തൊലി തമ്മിൽ ചേരലുണ്ടാവരുത്. ബിന്ദുവാരത്തിൽ നിന്ന് മനിയൊഴിയുള്ള ഒരു വസ്തു പുറപ്പെട്ടാൽ ഉളു മുറിയെന്ന് പറഞ്ഞു. മനി പുറപ്പെട്ടാൽ ഉളു മുറിയാത്ത 1-2 ഘട്ടങ്ങളുണ്ട്. 2 ഘട്ടങ്ങളിൽ ഉള്ള ഒരു മനുഷ്യനിൽ നിന്ന് മനി പുറപ്പെട്ട 2 ഘട്ടങ്ങളിൽ ഉളു മുറിയാത്തതുണ്ട്. അത് നിങ്ങൾക്കറിയാം. ഒന്ന് ബിനളിൻ ഔ ഫിക്രിൻ, ഒരാൾ ഇങ്ങനെ പോകുന്ന ഉളുണ്ടാക്കി പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് ഒരാൾ നിസ്കരിക്കാൻ പോകുമ്പോ നല്ല മൊഞ്ചുള്ളതായ ഒരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണിനെ കണ്ട പിന്നെ അങ്ങോട്ട് ശ്രദ്ധിച്ചു. പിശാചിന്റെ സഹായത്തോടെ വീണ്ടും അങ്ങോട്ട് ശ്രദ്ധിച്ചപ്പോൾ പെട്ടെന്ന് ഇന്ദ്രിയ സ്ഖലനമുണ്ടായി. ഇന്ദ്രിയം അങ്ങോട്ട് പുറപ്പെട്ടു പോയാൽ അവന്റെ ഉളു മുറിയയില്ല. എന്നാൽ ഈ പള്ളികൾ പോയി നിസ്കരിച്ച് വരാൻ പറ്റുമോ? അത് പറ്റൂയില്ല, ഉളു മുറിഞ്ഞില്ല. പിന്നെ ഉളു കൊണ്ട് എന്ത് പറ്റും എന്നുള്ളതല്ലേ, അത് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. അതുപോലെ ഇവൻ എന്ത് ചെയ്തു, നേരത്തെ ഓഫീസിലൊക്കെ പോയി വന്നിട്ട് ഒരു പെണ്ണിനേറ്റൊക്കെ സംസാരിച്ചു, നല്ല റാഹത്തായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം എന്നുള്ള വാഗ്ദത്തം ആ മൗഇദൊക്കെ കൊടുത്തിങ്ങനെ വന്നിങ്ങനെ കിടന്നിങ്ങനെ ചിന്തിക്കുക, അടച്ചോനെ ഇന്ന് തന്നെ വളരെ സംസാരിച്ച് വേണ്ടവരെ ആക്കരുത്, നാളത്തെ കാര്യം ഇപ്പൊ സാഹചര്യം പ്രതികൂലമാണോ ഒന്നും അറിയില്ല. അതിനെപ്പറ്റി മൂപ്പൻ ഇങ്ങനെ ആലോചിച്ച് വിടുന്നു. നിസ്കാരമൊക്കെ ഒന്നൊക്കെ ചെയ്ത് നിസ്കരിച്ചിട്ട് ഇങ്ങനെ കിടക്കുക, ഒന്നും മുറിഞ്ഞില്ല. ആ ഓർമ്മയിൽ ഉറങ്ങുന്നതിന്റെ മുമ്പായി പെട്ടെന്ന് സ്ഖലനം ഉണ്ടായാൽ, ഉറങ്ങിയിട്ടില്ല കേട്ടോ, ഉറക്കത്തിലെ സ്ഖലനല്ല പറയുന്നത്, അങ്ങനെ സംഭവിച്ചാലും അവന്റെ ഉളു മുറിയുകയില്ല. നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു ചിന്തയിലൂടെ എങ്ങനെയായ മുറിയും? ഭാര്യ ഭർത്ത സമ്പർക്കങ്ങള്, ഭാര്യ അല്ലാത്ത നിലക്കുള്ള പെണ്ണുമായുള്ള സമ്പർക്കങ്ങളിൽ ഉളു മുറിയും. അതെന്തുകൊണ്ടാണ് ഉളു മുറിഞ്ഞത്? ഇന്ദ്രിയം പുറപ്പെട്ടത് കൊണ്ടല്ല, അത് തലാഖി ബശറത്തൈ റജുലിൻ വഉൻസ എന്ന് പറയുന്ന അതുകൊണ്ടാണ് ഉളു മുറിഞ്ഞത്. ഈ 2 ഘട്ടങ്ങളിലും ഉളു മുറിയുകയില്ല. ഇതൊക്കെ അപൂർവ ഘട്ടങ്ങളിലാണെങ്കിൽ തന്നെ മനുഷ്യന് വരാവുന്ന സാഹചര്യങ്ങളാണ്. ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകളുടെ അനുഭവങ്ങൾ ഉണ്ടാവും.
നമ്മളെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ചില ആളുകൾ മനസ്സിലാക്കും, ഇയാളോട് ആരതൊക്കെ പറഞ്ഞു കൊടുത്തത്, ഇത് ഇന്നെ പറ്റി ആരൊക്കെ എണിച്ചു വിട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മഹാന്മാരായ മശായിഖന്മാർ, അല്ലാഹു തആല മരിച്ചുപോയ മഹാന്മാർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ, അവരുടെ ദറജകളൊക്കെ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ, അവരെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നതായിരിക്കുന്ന ഇൽമ ദുനിയാവിലും ആഖിറത്തിനും ഉപകാരമുള്ള ഇൽമാക്കി തരുമാറാവട്ടെ. ഓരോരോ കഥകൾ പറഞ്ഞു തരും. ഒരു ദിവസം ഒരു ഉസ്താദ് ഒരു കഥ പറഞ്ഞു തന്നു. ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളെ കുറിച്ചാണ് ഞാൻ അറിഞ്ഞത് പറയാൻ നിങ്ങൾ മനസ്സിലാക്കണ്ട. അതിനെന്താ കഥ പറഞ്ഞത്? ഒരു പണിക്കരുടെ കഥ. മങ്ങാട്ടച്ചനും കുഞ്ഞായി മുല്ലരുടെ കഥകൾ എവിടെയും നമുക്ക് വായിക്കാം, ശൈത്താന്റെ കഥകളൊക്കെ വായിക്കാതൊന്നും അത്ഭുതകരമായ കഥകളല്ല, പഠിക്കാനുള്ള കഥകളാണ്. എന്താ പണിക്കരുടെ കഥ? പണിക്കന്മാർ പൊതുവേ അവർക്ക് പൊട്ടന്മാർ, അതുകൊണ്ടാണ് ഈ കവടി പറിച്ചൊരാളെ ചോദിപ്പാക്കണം. പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് 4 മറി പറിച്ചാലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. എത്ര ആൾക്കാർ കാശൊക്കെ പോയി അപ്പൊ പോകും പണിക്കരത്ത്. നാട്ടിലേക്ക് വിളിച്ച് വിവരറിയിക്കുക, അത്ര പൈസ പോയിട്ടുണ്ട്, ആ പണിക്കരത്തൊന്ന് പോയി നോക്കുന്നു. ആ കാശ് മുഴുവനും പോയതിന്റെ അത്ര തിന്നാലും യാതൊരു ഫലം ഉണ്ടാവില്ല. പൊട്ടന്മാരാ പണിക്കന്മാര്. എന്നാ പിന്നെ വേറെ എവിടെയും പോയാൽ പണിക്കന്മാരടുത്ത് ശൈത്താന്മാരില്ലാന്ന് പറഞ്ഞത്. പണിക്കന്മാരടുത്ത് പൊട്ടത്തരാ ഉള്ളത്. ശൈത്താന്മാരുടെ അടുത്ത് പോകണമെങ്കിൽ വേറെ സംഘത്തിന്റെ അടുത്ത് പോകണം. പണിക്കന്മാരൊരു ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഒരു പണിക്കര് മാർക്കറ്റിൽ പോയി ഒരു മാങ്ങ പിടിച്ചു. വേഗം പറഞ്ഞു തീർക്കുകയാണ്. നിങ്ങൾ ഈ തെറ്റിദ്ധാരണകൾ കൂടെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാം. മാങ്ങ പിടിച്ച നല്ല രസമുള്ള മാങ്ങ. ഗൾഫിലൊക്കെ പോകുന്ന നോക്കുമ്പോൾ എന്തെല്ലാം മാങ്ങകളുണ്ട്. ഇപ്പൊ നാട്ടിലുമായി തിന്നപ്പോ മുമ്പ് അതിന്റെ മാങ്ങയുടെ അണ്ടി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ആരും കാണാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അത് നല്ല മുളച്ചു, അതിന് വെള്ളവും അതിന് വളമൊക്കെ കൊടുത്തു ഇങ്ങനെ മുളച്ചു കണ്ടായി. അങ്ങനെ അതിനെ ശുശ്രൂഷിച്ചു. അതിനെപ്പോഴും ഇങ്ങനെ പരിപാലിക്കും. അങ്ങനെ വലുതായി ഒരു മാങ്ങ ഉണ്ടായി. വലിയ സന്തോഷമായി. എപ്പോഴും ഇങ്ങനെ പോയി നോക്കും. അതങ്ങനെ വലുതായി അങ്ങനെ മൂത്ത് യഥാശം എന്ത് ചെയ്തു, ഉഷാറായി വന്നപ്പോ മൂപ്പൻ എന്ത് ചെയ്തു, വൈക്കോല കൊണ്ടൊക്കെ പൊതിഞ്ഞ് നിർത്തി. നല്ല മൂത്ത് പഴുത്തിട്ട് അത് പൊട്ടിക്കൊള്ളു തീരുമാനം. എന്നും അങ്ങനെ പോയി നോക്കും. പോയിട്ട് ഇങ്ങനെ നോക്കി കുട്ടികൾ നോക്കണമാരിങ്ങനെ നോക്കി തിരിച്ചു പോകും. അങ്ങനെ ഒരു ദിവസം ചെന്ന് നോക്കുമ്പോ ആരോ അതിന്റെ ആ മാവിന്റെ അടിയിൽ വന്ന് മൂപ്പര് കക്കൂസാക്കിയിട്ടുണ്ട്, കാഴ്ചിച്ചിട്ടുണ്ട്. അപ്പൊ പണിക്കരുത് പൊഴുത്ത് വീണതിന്റെ അപ്പൊ പൊട്ടിക്കണം അവരുള്ളത്. പിറ്റേ ദിവസം പോയി നോക്കുമ്പോ എന്താ അത് വീണ്ടും ആ ഇടവിൽ വീണ്ടുണ്ട്. ഇയാൾക്കാണ് ഈ മാങ്ങയുടെ രസം ഓർത്തിട്ട് തിന്നും വേണം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആരെയും കാണാനില്ല. പതുക്കെ മാങ്ങടത്തില് അത് കഴുകി മൂപ്പരെന്തോ സൈഡ് തിന്നു. ആരും അറിഞ്ഞിട്ടാണ്, മൂപ്പര് ആരും അറിഞ്ഞിട്ടില്ല. സംഭവം തന്നെയുള്ളത് ആരും അറിഞ്ഞിട്ടില്ല. നല്ല സന്തോഷവാനായി. അങ്ങനെ മൂപ്പര് അടുത്ത് എന്തോ ഒരു പരിപാടിക്ക് പോയി. അമ്പലത്തിൻ്റെതായ ഒരു പരിപാടിക്ക്, ഒരു മേളക്ക് പോയി. ചെന്ന് നോക്കുമ്പോ അവിടെ ഒരു ആശാൻ വന്ന് ഇങ്ങനെ പാട്ടുപാടാ, അങ്ങനെ പാടാൻ നോക്കുമ്പോ ഇയാൾ വിചാരിച്ച് മാന്ന് കഴിഞ്ഞാൽ ഇങ്ങാന്നാ പറയാം, മാങ്ങാന്നാ പറയാം. ഇപ്പൊ കൊശബ തെണ്ടി ആരുടെ എന്നോട് ഞാൻ കാഷ്ടത്തിൽ വീണ മാങ്ങ തിന്ന വിവരം പറഞ്ഞത് രണ്ട് ചാട്ടാ. അപ്പൊ ഇയാള് മനസ്സിലാക്കിയെന്താ, ഞാൻ ആ മാങ്ങ തിന്നത് ആരോ കണ്ടിട്ട് ഇയാളോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, അതാ ഇയാള് പറയാൻ പോകുന്നതെന്നാ. ഇതുപോലെ ഞാൻ പറയുന്ന വിഷയങ്ങൾ ചില സമയത്ത് നിങ്ങൾ പറയുമ്പോൾ ആരാണ് ഈ ചെങ്ങായിയോടൊക്കെ പറയും തെണ്ടിയോട് പറഞ്ഞു കൊടുത്തത് ഞാൻ എന്റെ ഈ വിവരങ്ങളൊക്കെ? ചെങ്ങായിമാരെ നമ്മുടെ തൊഴിലാണിത്, നമ്മുടെ ആയുധാണ്. ഈ പണിക്ക് പോകുമ്പോ എത്രയോ ആളുകൾ ഇതിന്റെ അനുഭവസ്ഥന്മാരുണ്ടെന്ന് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടി ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളുവാൻ വേണ്ടിയും ചിന്തിക്കാൻ വേണ്ടിയും നമുക്കൊരു പരിഹാര പരിവർത്തനങ്ങളൊക്കെ ഉണ്ടായിത്തരാൻ വേണ്ടി ഞാൻ ചില സൂചനകളൊക്കെ പറയാണ്. വളരെ വിശാലമായി പറയാനുള്ള സമയങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊക്കെ നമുക്ക് സംഭവിക്കാം. ഉളുമുറിയുമ്പോൾ നമുക്ക് എല്ലാം കൂടി നഷ്ടപ്പെടുന്നതായിരിക്കുന്ന കുളി നിർബന്ധമാവുന്ന കാര്യങ്ങളും ഉണ്ടാവാം. അതേ സമയത്ത് ഉളുമുറിയുമ്പോൾ കുളി നിർബന്ധമില്ലാത്ത ഘട്ടങ്ങൾ ഉണ്ടാവാം. അതുപോലെ കുളി നിർബന്ധമാകുമ്പോൾ ഉളുമുറിയാത്ത ഘട്ടങ്ങളും ഉണ്ടാവാം. അതാണ് രണ്ട് സമയത്ത് ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞത്. വലിയ അശുദ്ധി എന്ന് പറയപ്പെടുന്നതായ കാര്യങ്ങള്, വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ കുളി നിർബന്ധമാണ്. കുളിക്കാൻ വെള്ളം കിട്ടിയില്ലെങ്കിൽ തയമ്മം ചെയ്യൽ നിർബന്ധമാണ്. എന്നാലേ നമുക്ക് ഇബാദത്തുകൾ നിർവഹിക്കപ്പെടാൻ കഴിയുകയുള്ളൂ എന്നർത്ഥം. അതിൽ നിർബന്ധമായ കാര്യങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇപ്പൊ അടുത്ത കാലത്ത് ഹജ്ജിന് പോയിട്ട് ഒരു അത്ഭുതകര സംഭവം ഉണ്ടായി. നമ്മുടെ അടുത്ത കൂടുതലുള്ള ആളുകൾ രണ്ടുപേര് കൂടി, ഒരാൾ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴും എപ്പോഴും ഇവർ പറയുന്നത് ജനാബത്ത് കുളി. അപ്പോ കൂടെ ഉള്ള ഒരാൾ ചോദിച്ചു, എന്താ ഉസ്താദേ ജനാബത്ത് കുളിയാണ്? അപ്പൊ അയാൾ പറഞ്ഞു, വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അയാൾ പറഞ്ഞു, എന്നാ അങ്ങനെ ഒരു കുളി ഞാൻ ഇതുവരെ കുളിച്ചിട്ടില്ല ചേട്ടാ. നിങ്ങൾ വിചാരിച്ച ഞാൻ നേരമുക്കിന് വേണ്ടി പറയാൻ അല്ല, അതൊക്കെ പുതിയ ഫ്രഷ് സംഭവങ്ങളാ. ഇയാൾക്ക് അന്ന് ആ കുട്ടിക്ക് 14-15 വയസ്സുണ്ട്, മൂത്ത കുട്ടിക്ക്. ഇപ്പോ അതിനിവിടെ ജോലിയുണ്ട് ഈ മാറാത്തില്. ഇപ്പൊ അതിന് ഏകദേശം ഒരു 10-18 വയസ്സായിട്ടുണ്ടാവും. അതുവരേക്കും മൂപ്പരെന്തില്ല, ഈ മുസ്താർ ക്ലാസ് ആ കുടി വിളിച്ചിട്ടില്ല. എന്തേ? അത് ആദ്യം തന്നെ പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പാണ് മൈനർ പാസ്പോർട്ട് കൊടുത്ത് വീട് പുലർത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറി എന്നല്ലാതെ ഇസ്ലാമികമായ ഒരു ബോധം. എത്രയോ പാവങ്ങൾ അങ്ങനെ കുടുങ്ങിയിട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഇപ്പോഴല്ലേ കുറച്ച് ആ വിഷയത്തിലൊക്കെ ബോധവാന്മാരാവാൻ തുടങ്ങിയിട്ടുള്ളൂ. വീട് നോക്കാനും കുടുംബം നോക്കാനൊക്കെ പോകുന്നു എന്നല്ലാതെ കണ്ട്
പിന്നെ പ്രായപൂർത്തിയായപ്പോൾ മനുഷ്യനക്ക് സംഭവിക്കുന്നതൊക്കെ സംഭവിച്ചു എന്നല്ലാതെ അതിന്റെ പരിഹാരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം അതിനെ കുറിച്ച് അറിയില്ല. 10-14 വയസ്സായിരിക്കുന്ന ഒരു മകനുള്ളതായിരിക്കുന്ന ആള് ജനാവത്ത് കുളിയ അങ്ങനെ ഒരു കുളി ഞാൻ ഇത് കുറിച്ചിട്ടില്ല. അപ്പൊ അയാൾ ഇതിന്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതായത് വലിയ അശുദ്ധിയെ ഉയർത്തുക, ജനാവത്ത് കുളിക്കുക, നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി. അതന്നെ ഉസ്താദ് ഞാൻ അങ്ങനെ കുളി കുളിച്ചിട്ടില്ല. ഹജ്ജിന് പോകുന്ന ആചാരാണ്. എന്താണ് ഇതിന്റെയൊക്കെ പരാജയങ്ങള്? അതുകൊണ്ട് അങ്ങനത്തെ ആളുകളൊന്നും ഇവിടെ ഉണ്ടാവില്ലാന്ന് വിചാരിക്കുന്നേ. ഉണ്ടായെങ്കിൽ തന്നെ ആരോടത് പറയാൻ പോണ്ട, എന്നോടും കൂടി പറയണ്ട. എന്നോട് പറഞ്ഞാൽ പിന്നെ ഞാൻ ഈ വേറെ സ്ഥലത്ത് പോയി പറയും. എന്നൊരാൾ പറഞ്ഞു, വെറുതെ അതിനെക്കണ്ട, അള്ളാഹിനോട് പറഞ്ഞോളി, പരിഹാരങ്ങൾ കണ്ടോളി. റഹ്മാനായ റബ്ബിന്റെ കോട്ട വിശാലമാണ്, അടക്കാത്തൊരു വാതിലാണ്. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എത്ര വിശാലമായ ഭാഷയിലാണ് അള്ളാഹു പറയുന്നത്. യാ ഇബാദിയ അല്ലദീന അസ്റഫൂ, അല്ലയോ സ്വന്തമായ ശരീരത്തിനോട് അക്രമങ്ങളും തോന്നിവാസങ്ങളും ആ അഴിമതിയും ന്യായക്കേടുകളൊക്കെ ചെയ്ത എന്റെ അടിമകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശ മറിഞ്ഞു പോവണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാം അവൻ മാപ്പ് നൽകുന്നവനാണ്. അതുകൊണ്ട് ആരും അറിയാതെ കണ്ട് ആ ഇരുട്ടിൽ നിന്നുകൊണ്ട് റഹ്മാനായ റബ്ബിനെ മാത്രം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് എല്ലാം നമുക്ക് ചോദിച്ചു വാങ്ങാം, ഒരു പ്രശ്നവുമില്ല. അത് ഉണർത്താൻ വേണ്ടി ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോ കുളി നിർബന്ധമാവുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ദുഹൂലു ഹസ്ബത്തിൻ ഫീ ഫർജിന്ന വലൗ ലിബഹീമ. അർത്ഥം മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? തിരിഞ്ഞില്ലേ? സ്ത്രീ പുരുഷ സമ്പർക്കങ്ങൾ ഉണ്ടാവുക, യഥാർത്ഥമായ സമ്പർക്കങ്ങൾ ഉണ്ടാവുക, സുഖമനുഭവിക്കുക, സംയോഗം എന്ന് പറയും. അതിന് വിചാരമായിരുന്നാലും വേണ്ടില്ല. അതാ ദുഹൂലു ഹസ്ബത്തിൻ ഫീ ഫർജിൻ. ഫർജിൻ എന്ന് പറയുന്ന വാക്ക് ആണിന്റെ ഫർജും പിന്നെ പെണ്ണിന്റെ ഫർജുമുണ്ട്. ഒരു പുരുഷന്റേതായിരിക്കുന്ന ഗുഹ്യസ്ഥാനം മറ്റൊരു പുരുഷന്റെ ഗുഹ്യസ്ഥാനത്തിനുള്ളിലേക്ക് കടന്നുപോയി, മുമ്പിലൂടെയോ പിമ്പിലൂടെയോ കടന്നുപോയി എന്നുള്ള കാര്യം ഉറപ്പ് വന്നാലും അതിന്റെ വിധി അങ്ങനെയാകുന്നു. ഇതൊക്കെ മനുഷ്യർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മൃഗത്തിനൊക്കെ പലതും സംഭവിക്കാതെ നമുക്ക് വിഷയമില്ലല്ലോ. മനുഷ്യന്മാരിൽ ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ അത് കുളിക്കണം. ഇനി വലവുലി ബഹീമത്യം, ഒരു നാൽക്കാലിയുടെ ഫർജാണ് ഉപയോഗപ്പെടുത്തിയത്. പട്ടിയെ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നിർവഹിച്ചത്. ഒരു മുസൽമാനെങ്കിൽ അവന് കുളി നിർബന്ധമാണ്, പട്ടിയെ ഒന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ ഒരു പശുവിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ആടിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു പോത്തിന്റെ ഉമ്മനെ കൊണ്ടാണ്, അതായത് എരുമനെ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടത്തിയതെങ്കിൽ ഇവനെ കുളിക്കൽ നിർബന്ധമാണ്. ആ എരുമനെ കുളിപ്പിക്കൽ നിർബന്ധമില്ല, പശുവിനെയും കുളിപ്പിക്കേണ്ടതില്ല. എന്തിനു വേണ്ടി? ഈ സംഭവത്തിന് കുളിപ്പിക്കേണ്ടതാണ്. പശുവിനെ തൊഴുത്തിൽ നിന്ന് ഇറക്കി കെട്ടിയാൽ അതിന്റെ ചാണം ശരീരത്തിലാവാതിരിക്കാൻ വേണ്ടി കുളിപ്പിക്കലല്ലാതെ ജനാപത്ത് കുളിപ്പിക്കേണ്ടതില്ല. ആ പശുവിന്റെ മാംസം തിന്നാൻ പറ്റുമോ? മാംസം തിന്നുകൊണ്ട് ചില ആളുകളൊന്നും പശുവിന്റെ മാംസം തിന്നുകയില്ല. അങ്ങനെ വേണേ ഉപേക്ഷിക്കാം, വേറെ നിലക്ക് ഉപേക്ഷിക്കേണ്ടതില്ല. ഇതാണ് അതിൽ പ്രധാനമായി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. ഖുറൂജു മനിയിഹി, അവന്റെ മനി പുറപ്പെടലാവുന്നു. അപ്പൊ അവളുടെ മനി അവന്റേതായിരിക്കുന്ന ഗുഹ്യസ്ഥാനത്തിലേക്ക് കലർന്നു പോവുകയും അത് അവളുടേതാണെന്ന് ഉറപ്പായിട്ട് കുറച്ച് കഴിഞ്ഞ് പുറപ്പെട്ടാലും അവന്റെതല്ല എന്നുള്ളതായിരിക്കുന്ന ഉറപ്പോടുകൂടെയാണെങ്കിൽ കുളി നിർബന്ധമില്ല. അവന്റെ മനി പുറപ്പെടുക. മനി പുറപ്പെടുന്നതിന്റെ അരാമാത്തുകളെ കുറിച്ച് മഹാന്മാരായിരിക്കുന്ന ആളുകൾ പറയുന്നത് മനിയാണെന്ന് എങ്ങനെ അറിയുക? അത് രേഹ് കൊണ്ടറിയാം. അതുപോലെ തന്നെയാണ് ഇത് പുറപ്പെടുന്നതായിരിക്കുന്ന സമയത്ത് തലദ്ദു എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേകമായ ആവേശ സന്തോഷങ്ങൾ ഉണ്ടാവാം. അതുപോലെ തദഫുക്ക് എന്ന് പറയപ്പെടുന്നത് തെറിച്ച് പുറപ്പെടും. സാധാരണ വേഗത്തിൽ ഒറ്റ സ്പീഡിൽ ഇത് വരികയില്ല. ചിന്തിച്ചു നോക്കി അനുഭവങ്ങള് എത്ര വലിയതായ സൂക്ഷ്മ പരിശോധനയിലാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതിന്റെ അടയാളമാണ്. ഇതൊക്കെ പച്ചയാവുന്ന, അതായത് നനവുള്ള സമയങ്ങളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇനി ഒരാളുടെ ശരീരത്തിൽ ഉറക്കിൽ പോയതായിരിക്കണം മനിയോ ഉണർവിൽ പോയതായിരിക്കണം ഒന്നോ അതെന്ത് ചെയ്തു അത് വസ്ത്രത്തിലോ ശരീരത്തിലോ ഉണങ്ങിപ്പിടിച്ചാൽ അതിന് എങ്ങനെയാണ് അറിയുക? പച്ചയാകുമ്പോൾ ഈത്തപ്പനക്കൊരയുടെ വാസനയും കൊണ്ടും അറിയപ്പെടാമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. അത് ഉണങ്ങിയാൽ എങ്ങനെ അറിയുക? അത് കോഴിമുട്ട വെള്ളയുടെ വാസന കൊണ്ടാണ് അറിയപ്പെടുക. കോഴിമുട്ട വെള്ളയുടെ വാസന ഉണ്ടാകുന്നു. വസനിച്ചു നോക്കൂടി, ശരിക്കും വളരെ കറക്റ്റാ, ഒന്നും സംശയമില്ല. നമ്മൾ പറഞ്ഞതല്ലോ, അത് പറയാൻ വേണ്ടി ഒരു കൂട്ടരെ അള്ളാഹു തല ഏൽപ്പിച്ചു കൊടുത്ത് ഉലായിക്കല്ലദീനംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞതാ. അള്ളാഹു അവരെ പ്രത്യേകമായി പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് സെലക്ട് ചെയ്തിട്ട് ഇവരത് പറ്റിയവരാണെന്ന് അള്ളാന്റെ തീരുമാനമാണ്, ആളുകളുടെ പരീക്ഷയിലല്ല. അവര് പറഞ്ഞതായതുകൊണ്ട് കറക്റ്റേ വരികയുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം?
നമുക്ക് കുളിക്കുക എന്നുള്ള കാര്യം നിർബന്ധമാണ്. കുളിക്കുമ്പോൾ നാം കരുതേണ്ടത് വലിയ ശുദ്ധിയെ ഉയർത്താൻ വേണ്ടി കുളിക്കുന്നു, അല്ലെങ്കിൽ നിസ്കാരം വരാനാവാൻ വേണ്ടി വലിയ ശുദ്ധി ഉയർത്തുന്നു, അല്ലെങ്കിൽ ജനാപത്ത് കുളിക്കുന്നു എന്ന് പറയുന്ന ഒരു കുളി നമ്മെ സംബന്ധിച്ച് നിർബന്ധമാണ്. ഇനിയുള്ള കുളിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കുളികളാണ്. ഇനിയിപ്പോ ക്ലാസ് വലിയ നീട്ടിക്കൊണ്ടുപോകാൻ വയ്യ. ചെയ്തതിൽ ശേഷം അതിൽ വല്ല നജസുമായാൽ മാറ്റി എടുക്കുന്നത് എങ്ങനെ, അതൊക്കെ ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. പിന്നെ കാത്തിരിക്കുക ചെക്കന്മാർ ഉറങ്ങാതെ. ഈ പെണ്ണുങ്ങളുടെ തലയും മൂലയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കല്യാണത്തിന് നടന്ന സംഭവങ്ങൾ കാണാൻ വേണ്ടി തന്നെ ഇരിക്കുക. കുടി വീട്ടിലെ കല്യാണം കഴിഞ്ഞ് അതുകൊണ്ട് വന്ന അള്ളാ എന്താണ് അതിന്റെ ഒരു റാഹത്ത്. ചോറ് കഴിക്കുന്നതും വസ്ത്രം മാറ്റുന്നതും സാരി മാറ്റുന്നതും അവൾ ആവാനുള്ള ബോഡിയൊക്കെ അഴിച്ചിട്ട് കൊണ്ട് അതാ കൊണ്ടുപോകാൻ വന്ന പെണ്ണുങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നൊക്കെ കാണുക എന്തൊരു രസമാണല്ലോ. ഇത് കാണാൻ വേണ്ടി ഈ ആദ്യ ശൈത്താനിയത്ത് മുഴുവനും മഹാനായിരിക്കുന്ന ആദം നബി അലൈഹി ഇസ്ലാമാവുന്ന ഉപ്പയും ഉമ്മയും കൂടി സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഒരു നിക്കാഹാവുന്ന ഇബാദത്ത് നടന്നതുകൊണ്ട് അത് അമ്മാനമാടുന്ന തോന്നിവാസനങ്ങൾ ചെയ്യുന്ന ഏതൊരു മുസ്ലിമിന്റെ വീടും അത് മുഴുവനും ശൈത്താനിയായിരിക്കുന്ന ഭരണമാണ് അവിടെയുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വല്ല ആളുകൾക്കും ഇനി കല്യാണത്തിന്റെ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അന്യ പുരുഷന്മാരും സ്ത്രീകളും കലരുന്ന ഒരു വേദി ഉണ്ടാക്കാതെ കണ്ട് അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെടുന്ന ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി നിങ്ങൾക്കല്ല തന്ന പെങ്ങമക്കളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, പാമക്കളെ നിങ്ങൾ ഉപയോഗപ്പെടുത്താനും വേണ്ടി ഇത് ഉപകരിക്കണമെന്ന് ഞാൻ അവസരോചിതമായി പറയുകയാണ്. അപ്പൊ പോകുന്നതിന് കല്യാണത്തിന് പോവാ, മാർക്കറ്റിൽ പോവാ, അതൊന്നും ഒരു വിരോധമുള്ള സംഗതിയല്ല. മരിച്ചിടത്ത് പോവാ, സ്നേഹിതന്മാരെ വീട്ടിൽ പോവാ, അതിനൊക്കെ പരിധിയുണ്ട്, റൂട്ടുകളും റൂളുകളൊക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ച് പോയാലേ അത് നമുക്ക് ആഖിറത്തിൽ ഉപയോഗപ്പെടുകയുള്ളൂ, അതല്ലെങ്കിൽ നമുക്ക് രക്ഷയുണ്ടാവുകയില്ല. പിന്നെ എന്താ, അതിന്റെ വേളയില് കാബം ചുറ്റുന്നതിന് ഇടയില് 2 or 3 ചുറ്റലിന് ഇടക്ക് ഓർമ്മ ഇല്ലാതെ കാബം ചുംബിച്ചാല് എന്തു ചെയ്യും? ഇൻഷാ അല്ലാഹ് അതൊക്കെ നാളെ പറയും. അസ്സലാമു അലൈക്കും. എന്തായാലും സലാം കാത്ത് ഒരാള് ഇപ്പൊ സലാം ഉണ്ടായിരിക്കല. എന്ത് ആൾക്കാരങ്ങള് ഹജ്ജ് കർമ്മം, അതായത് തവാഫ് എല്ലാം കഴിഞ്ഞാല് കൊടുക്കുന്ന കുർബാനി, എന്താ കുർബാനി പറഞ്ഞത്? അറവ. കുർബാനി, അതായത് ഫിലിയാനുണ്ട്. പിന്നെ സഭയിൽ സൗദിയിൽ തന്നെ കൊടുക്കണോ, അല്ല ആ സമയത്ത് നിയ്യത്ത് ചെയ്ത് അത് നാട്ടിൽ കൊടുക്കാൻ പാടുള്ളതാണോ? ഹജ്ജ് ചെയ്താൽ ഒരു കുർബാനി കൊടുക്കുക എന്നുള്ള കാര്യം നിർബന്ധമില്ല. ഹജ്ജ് ഒന്നും ചെയ്തു എന്ന കാരണം കൊണ്ട് ഒരു കുർബാനി കൊടുക്കണ്ട. ആ ചെയ്യുന്ന വേളയിൽ വരുന്ന അപാകതകൾ നികത്താൻ വേണ്ടിയിട്ട് ഒരു അറവ് നടത്തേണ്ട ഘട്ടം വന്നാൽ അത് ഹറമിന്റെ അതിർത്തിയിൽപ്പെട്ടതായ സ്ഥലത്ത് കൊടുക്കൽ നിർബന്ധമാണ്. എവിടെ നെയ്യത്തിച്ച് ഇവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല, അത് അവിടെ തന്നെ കൊടുക്കണം. കൊടുക്കുക എന്നുള്ളത് അപ്പൊ തന്നെ വേണോ പിന്നെ വേണോ എന്നുള്ള ചിന്തിക്കേണ്ടത്. എത്ര പറയാലും അത് അവിടെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഒരാൾ ഹജ്ജിന് പോകുമ്പോൾ അത് ചെയ്യാന്നുള്ള നിർബന്ധമില്ല. പലരും ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക, അത് നിങ്ങൾക്ക് തരുന്ന പൈസയില് ഈ കുർബാന്റെ, അതായത് അറവിന്റെ പൈസ കൊടുക്കുക, അറവിന്റെ ആരാത് പറഞ്ഞു കൊടുത്തതെന്ന് അറിയില്ല. ഈ അറവിന്റെ നമ്മൾ അറക്കാനാ പോണത് അല്ല, അതിനെ ഇറങ്ങിട്ട് കൊടുത്ത് പോവാല. അറവരാരും ഉണ്ടതില് അറക്കാൻ വേണ്ടിട്ട് ചെങ്ങായിമാരെ നമ്മൾ അറക്കാൻ പോവല്ല. അങ്ങനത്തെ ഘട്ടം വന്നാൽ ഇത് ഉപയോഗപ്പെടുത്താം. നമ്മൾ പോകുന്ന ഈ കൊല്ലങ്ങളിലൊന്നും അങ്ങനത്തെ ഒരു അവസരങ്ങൾ, നിർബന്ധമായ ഒരു അറബിന്റെ അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അവിടെ തന്നെ ചെയ്തോളണം. ഭക്ഷണത്തിനോട് ബന്ധിച്ച പരിഹാരങ്ങൾ മുഴുവനും അത് ഹറമിന്റെ അതിർത്തിയിൽപ്പെട്ടതാവണം. നോമ്പ് നോൽക്കുന്ന പരിഹാരങ്ങളാണെങ്കിലോ അത് എവിടെയും ആവാം. നാട്ടിലേക്ക് വരുമ്പോൾ പ്രതിഫലങ്ങൾ കുറഞ്ഞു പോകും. അതായത് അവിടെ വെച്ചായാലും ഒരു നോമ്പിന് എത്ര നോമ്പിന്റെ കൂലിയാണ്? 1,00,000. ഇവിടെ വന്നാലോ 1 അല്ല 10. എന്തെങ്കിലും ചില സമയത്ത് അന്തല്ലാത്ത വർത്താനങ്ങൾക്ക് 1 എത്ര? 10. തർക്കമുള്ള ഒരുക്കത്തിൽ പോണ്ട. അതിനുള്ള കത്തിയും എല്ലാം അവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലാ ലിസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയും പിരിഞ്ഞൊന്നുമെല്ലാം സാലിഹമാക്കി തീർക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു വരുമാറാവട്ടെ. ലാഹിരും ബാത്തിനിയും മാനസികവും ശാരീരികമായ രോഗങ്ങളൊക്കെ അല്ലാഹു തആല ശിഫയാക്കട്ടെ. ഖൈറായ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. അവസാനം പരിപൂർണ്ണ ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹുവിന്റെ മഹളായ പൊതുകൊണ്ട് നമ്മയും അഹ്ലുകാരെല്ലാ മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനമായിരിക്കുന്ന ശുറൂത്തുകളെ കുറിച്ചാണ് നാം പറഞ്ഞിരിക്കുന്നത്. അഥവാ ഔറത്ത് മറക്കുക, വത്തഹാറത്തു അനിൽ ലദതി,
ഹദസിനെ തൊട്ട് ശുദ്ധിയാവുക, ചെറുതും വലുതുമായ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അഥവാ തവാഫിന്റെ വേളയിൽ അശുദ്ധി സംഭവിക്കുകയാണെങ്കിൽ തവാഫ് സഹിയാവുകയില്ല. ഉളുണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. തവാഫിന്റെ വേളയിൽ ഉളു നഷ്ടപ്പെട്ടാൽ ഒരു കാരണവശാലും തവാഫ് പരിപൂർണമാവുകയില്ല, സഹിയാവുകയില്ല, പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് അത് കാര്യമായി ശ്രദ്ധിച്ചിരിക്കണം. ഉളു മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമിമ്മാ അമ്മത്തിൽ ബൽവാബി, കൂടുതൽ സൂക്ഷിക്കാൻ പ്രയാസകരമാകുന്ന ഒരു ബലായ പരീക്ഷണത്തിൽപ്പെട്ടതാണ് മുലാമസത്തുൻ നിസാഇ ലിർജാൽ, സ്ത്രീ പുരുഷ സ്പർശനങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് തവാഫിന്റെ വേളയിൽ. എത്ര സൂക്ഷിച്ചാലും പരസ്പരമായി ചേരാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. അതുകൊണ്ട് കാര്യമായി ആ വിഷയം ശ്രദ്ധിച്ചിരിക്കണം. കഴിയുന്നതും സ്ത്രീകളുമായി വിട്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർ തൊടുന്നത് നാം ശ്രദ്ധിക്കുക. ഇതാണ് കാര്യമായ മരുന്നുകൾ. സാധാരണ പലരും പറയാറുണ്ട്, നമുക്ക് മദ്ഹബ് മാറിയാൽ മതി, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ നമ്മളുടെ അഭിപ്രായങ്ങളാ. ആ അഭിപ്രായം അറിയാത്തത് കൊണ്ടല്ല ഇവർ ഈ കാര്യങ്ങൾ പറയുന്നത്. കഴിയുന്നത്രയും ഒഴിഞ്ഞ ഭാഗത്തിൽ കൂടെ നടക്കുക. വിട്ടു നടക്കാൻ നല്ല വിശാലമായ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ ഇരുന്നാലും നാം വളരെ സൂക്ഷിച്ചാലേ കാര്യം നമുക്ക് ശരിയായി കിട്ടുകയുള്ളൂ. അത്ര വലിയ പ്രയാസകരമാണ്. സ്ത്രീകൾ അതബില്ലാതെ കണ്ട്, പ്രത്യേകിച്ച് ഷാഫി മദ്ഹബല്ലാത്ത മറ്റു മദ്ഹബിൽപ്പെട്ടതോ പെടാത്തതോ ആകുന്ന അധിക സ്ത്രീകളും കാല് ഷോക്സ് കൊണ്ട് മറക്കുന്ന സ്വഭാവമില്ല. അതുപോലെ മുൻകൈയിന്റെ മേൽഭാഗത്തുള്ള ഒരുപാട് ഭാഗങ്ങൾ മുഴുവനും തുറന്ന്, മുൻകൈ ഉൾപ്പെടെയുള്ളതൊക്കെ തുറന്ന് ഇട്ടു നടക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ നാം നടക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പെട്ടെന്ന് വന്ന് നമ്മുടെ ശരീരവുമായി സ്പർശിക്കാൻ, മുബാശറത്ത് തൊട്ട് പരസ്പരം തൊലി തമ്മിൽ ചേരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അതിനാണ് മിമ്മാ അമ്മത്ത് ബിഹിൽ ബൽവ എന്ന് പ്രത്യേകമായി പറയാൻ കാരണം. ബലാഹ് ആമായതിൽപ്പെട്ടതാണ്. അതിങ്ങനെ കൂടിക്കൂടി വരുന്നു. ഒരു കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? സ്ത്രീകളുടെ ഹയാകൾ കുറയുകയും അച്ചടക്കവും അതബൊക്കെ വളരെ മോശമായി ഇങ്ങനെ വരും തോറും ഇനിയും കൂടി കൂടി വരികയുള്ളൂ. എവിടെ നോക്കിയാൽ എത്ര നമ്മൾ സൂക്ഷിച്ചാലും നമ്മുടെ മുമ്പിലോ പിമ്പിലോ സൈഡുകളിലോ പെട്ടെന്ന് ഇവിടുന്ന് അവിടെ വന്ന് ചാടി നമ്മുടെ ഇബാദത്തുകൾക്ക് തകരാറുകൾ സംഭവിക്കും. അതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ കൂടെയുള്ളതായിരിക്കുന്ന സ്ത്രീകൾ, സ്വന്തം ഭാര്യമാരോ സഹോദരിമാര്, നമ്മുടെ ഉമ്മമാര്, അവരൊക്കെ നമ്മൾ തവാഫിന്റെ വേളയിൽ നാം ശ്രദ്ധിക്കണം. ഉമ്മ സഹോദരി പോലെയുള്ളവരെ തൊടലുകൊണ്ടോ അവരെ കൈപിടിക്കൽ കൊണ്ടോ കൂടിച്ചേരൽ കൊണ്ടൊന്നും വുളു മുറിയുകയില്ല. അതേ സമയത്ത് ഭാര്യ, നമ്മൾ ആദ്യമായി ആ പരിശുദ്ധമായിരിക്കുന്ന ഭവനത്തിന്റെ സമീപത്തേക്ക് എത്തുമ്പോഴേക്കും എല്ലാവരും വലിയ വേജാറിലും വെപ്രാളത്തിലുമാണ്. വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന ആ പരിശുദ്ധമായ കാര്യം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അതിന്റെ പുറമെ അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ഭവനത്തിന്റെ സമീപത്ത് ലക്ഷക്കണക്കായിരിക്കുന്ന ആളുകളുടെ പ്രതീക്ഷണങ്ങളും മറ്റൊക്കെ കാണുമ്പോൾ ആകെ വെപ്രാളപ്പെട്ടു പോകും. പെട്ടെന്ന് കൂട്ടം തിരിഞ്ഞു പോകും, വഴിതെറ്റിപ്പോവും. ആളുകളെ കണ്ടാൽ പരസ്പരം തിരിച്ചറിയാത്തതായ അവസ്ഥകൾ. മുമ്പിലൂടെ പോകുന്ന ആൾ തന്നെ സ്വന്തം ആളാണെങ്കിലും അയാളെ ശ്രദ്ധിക്കാൻ കഴിയുകയില്ല. പോകുന്ന ആൾക്കും കഴിയില്ല, അയാൾ നോക്കി നിൽക്കുന്ന ആൾക്കും ചിലപ്പം കഴിഞ്ഞെന്ന് വരികയില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ളതായിരിക്കുന്ന ഭാര്യമാരോ മറ്റോ ഉണ്ടെങ്കിൽ അവരെ നാം അങ്ങോട്ട് ഇറക്കി, പുരുഷന്മാർക്ക് ചില പ്രത്യേകമായ സുന്നത്തായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ ഉണ്ട്. ഇൽത്തിബാഹ്, അതുപോലെ തന്നെ റംല് പോലെയുള്ള ആ ആരാധന, രണ്ട് കാര്യങ്ങൾ സ്ത്രീകൾക്കില്ലാത്തതാ. അപ്പൊ അവരെ തൊടാൻ പാടില്ല എന്ന സ്ഥിതിയിൽ നാം അവരങ്ങോട്ട് ഒഴിവാക്കി പോവുകയാണെങ്കിൽ ചിലപ്പോ നമ്മളെ പോലെ ഏറാമിന്റെ ഡ്രസ്സിലായി വന്ന ആളുകളെ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ വന്നാൽ അവര് വഴിവഴിച്ചു പോകും, കൂട്ടം തിരിഞ്ഞു പോകും. അങ്ങനെ കൂട്ടം തിരിഞ്ഞു പോയാൽ രണ്ടു കൂട്ടർക്കും പ്രയാസമായി. കാരണം ആ കൂട്ടം തിരിഞ്ഞു പോയ ആളുകളുടെ മനപ്രയാസം കൊണ്ട് അവരുടെ ആരാധന കർമ്മങ്ങൾ അവർക്ക് സൂക്ഷിക്കാനോ ശ്രദ്ധിക്കാനോ കഴിയുകയില്ല. അതുകൊണ്ട് അവരെ പിന്നെ നാം എന്ത് ചെയ്യണം? രണ്ടു കൂട്ടരും തവാഫാ ചെയ്യുന്നത്. ചിലപ്പോൾ അവരെ കൈപിടിക്കേണ്ടി വരും, അവർക്ക് ഇങ്ങോട്ട് പിടിക്കേണ്ടി വരും, നാം ചിലപ്പോൾ അങ്ങോട്ട് പിടിക്കേണ്ടി വരും. അപ്പോൾ ഒന്നും മുറിയാത്ത രൂപത്തിൽ എങ്ങനെ ചെയ്യും? അതിന് മാർഗങ്ങളുണ്ട്. നാം ശരീരത്തിൽ ധരിച്ചതായിരിക്കുന്ന പുറച്ചതായ മേൽത്തട്ടം, ആ തട്ടം അവരെ കയ്യിൽ വെച്ചുകൊണ്ട് അതിന്റെ മീതെ നാം പിടിക്കുക, അവരെ കൈ പിടിക്കുക. അതല്ലെങ്കിൽ അവര് തലയിൽ ധരിച്ചതായിരിക്കുന്ന വിശാലമായ മക്കലയുടെ അതിന്റെ തെല്ല് അവരുടെ ശരീരത്തിൽ അവരെ കയ്യിൽ കൂട്ടി അവരെ പിടിക്കുക വേണ്ടി വന്നാല്. അങ്ങനെ പിടിക്കുമ്പോൾ പരസ്പരമായി തൊലി തമ്മിൽ ചേരൽ അവിടെ ഉണ്ടാകുന്നില്ല. തൊലി ചേരുമ്പോഴാണ് ഉളു മുറിയുന്നത്. തലാഖി ബശറത്തി ദക്കരിം ഉൻസ അജ്നബിയൈനി കബീറൈനി എന്ന് പറയുന്ന ആ ബശറത്തുർ റജുലും ബശറത്തുൽ ഉൻസയും ഉണ്ടാകുന്നത്, സ്ത്രീ പുരുഷ തൊലി തമ്മിൽ ചേരുക എന്നുള്ള കാര്യം ഉണ്ടാകുന്നത്
അവരെ കൈകൾ ചേർത്ത് പിടിക്കുമ്പോഴാണ്. അതേ സമയത്ത് രണ്ടാലൊന്ന് മറ ചേർന്നിട്ടാണെങ്കിലോ അവിടെ ഒന്ന് പറയുന്ന പ്രശ്നമേ അവിടെ വരുന്നില്ല. അപ്പൊ ഭാര്യയെ നമ്മുടെ കൈ പിടിക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. കൂടെ നടക്കുമ്പോൾ കൈ അവളുടെ കാല് ശരീരത്തിൽ തട്ടി വിരോധമില്ല. കാരണം അവളുടെ കാല് മറഞ്ഞ കാലാ, ഷോക്സ് ധരിച്ചുകൊണ്ട് മറഞ്ഞ കാലാണ്, അതുകൊണ്ടും വിരോധമില്ല. സ്ത്രീകളും പുരുഷന്മാരും ആകുമ്പോഴാണ് പ്രശ്നമുള്ളത്. അതുകൊണ്ട് ഈ ഒന്ന് പഠിച്ചവരെ ഒതുമുറിയുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അവരെ നാം ഇട്ട് ഒഴിവാക്കി പോകുന്ന സ്വഭാവം സ്വീകരിക്കാൻ പറ്റുകയില്ല. ചിലപ്പോൾ നമുക്ക് വ്യക്തിപരമായി പുരുഷന്മാരുടെ ചില സുന്നത്തുകൾ ഉപേക്ഷിച്ചാലും അവരെ നാം ഒഴിവാക്കാൻ പറ്റുകയില്ല. അഥവാ റംല് നടത്തം എന്ന് പറയുന്ന ഒരു സുന്നത്തായിരിക്കുന്ന നടത്തം പുരുഷന്മാർക്ക് പ്രത്യേകമായി സുന്നത്തുണ്ട്. ആ നടത്തത്തിൽ വേഗത്തിൽ ഒന്ന് ധൃതി പിടിച്ച് ഓടുന്ന വലിയ ഓട്ടമല്ല, വലിയ ചാട്ടവുമല്ല. തഖാറുബുൽ അഖദാമി, ഓരോ കദമുകള് അവന്റെ പാദങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരുന്നതാണ് അല്പം വേഗത്തിൽ കുതിച്ചു നടക്കുക. അങ്ങനെ നടക്കുന്ന ആ നടത്തത്തോട് ചേർന്ന് നടത്താൻ സ്ത്രീകൾക്ക് അത് ഹറാമാണ്, കുറ്റകരമാണ്, പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമിന്റെ സമീപത്ത് പാടില്ലാത്തൊരു കാര്യം എന്ത് ചെയ്യാ മനഃപൂർവ്വമായി ഉണ്ടാക്കി ചെയ്യാല് അതിന്റെ ശിക്ഷ എത്രയാണെന്ന് നമുക്ക് ഓർക്കാൻ പോലും കഴിയുകയില്ല. അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ളതായിരിക്കുന്ന സ്ത്രീകള് കൈവിട്ടുപോയാൽ പിന്നീടുണ്ടാവുന്ന വിഷമങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാം, അവരുടെ സ്വന്തമായ ആ നടത്തമാവുന്ന സുന്നത്ത് പോലും അവർക്ക് ഉപേക്ഷിക്കാം, വിരോധമില്ല. അതിനാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അപ്പോ സ്ത്രീ പുരുഷന്മാർ ഇടകലരുക എന്നുള്ളത് സൂക്ഷിക്കുന്നത് നമ്മുടെ ഉളു മുറിയാതിരിക്കാൻ വേണ്ടിയാണ്. ഉളു മുറിഞ്ഞാൽ നമ്മുടെ തവാഫ് സഹിയാവുകയില്ല. മറ്റു ഏതെങ്കിലും വിധത്തിലായി ഉളു നമുക്ക് മുറിയുക, ഏത് വിധത്തിൽ ഉളു മുറിഞ്ഞാലും പിന്നീട് ആ തവാഫോടൊന്ന് തുടങ്ങണമെങ്കിൽ എന്താവണം, ആ ഉളു പുതുക്കി വരാതെ മറ്റൊരു ഉളു ചെയ്ത് വരണം. ഉളുണ്ടാക്കി ഒന്നേ പറ്റുകയുള്ളൂ. വളരെ പ്രയാസമാണ് ഒരു ഉളു ചെയ്ത് വരാന്നുള്ളതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എത്രയോ ആളുകളെ തിരക്കി പോയിട്ട് ഒരു ഉളു ചെയ്ത് വരുമ്പോൾ ചിലപ്പം തിരിച്ചു വരുമ്പോൾ വീണ്ടും ആ ഉളു മുറിയാവുന്ന രൂപ. അതാണ് അത്രയും വലിയൊരു പരീക്ഷണ ഘട്ടങ്ങളാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നാം അങ്ങനെ ചെയ്യുക. ഇഹ്റാമിന്റെ സമയത്ത് ആകുമ്പോഴാണ് ഇത്രയും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതേ സമയത്ത് ഇഹ്റാം അല്ലാത്തുമ്പോൾ നമുക്ക് കാലിൽ ഷോക്സ് ധരിക്കാം, വേണ്ടി വന്ന് നമ്മുടെ കയ്യിലും എന്ത് ചെയ്യാം, ഒരു ഉറ ധരിക്കാം, വലിയൊരു വന്തൂറ ഇട്ടു. എന്നാൽ സുന്നത്തായ തവാഫുകൾക്ക് ഒരു വിരോധമില്ല. സ്ത്രീ തൊടുന്ന പ്രശ്നം അവിടെ വരുന്നില്ല. ഈ തൊട്ടാൽ തന്നെ നമ്മുടെ ഈ കയ്യിലുള്ള ആ കയ്യുറന്റെ മീതയോ അല്ലെങ്കിൽ കാലിൽ ധരിച്ചത് ആ ഷോക്സിന്റെ മീതയാണ് തൊടുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇഹ്റാമിന്റെ വേളയിൽ തുന്നപ്പെട്ടതായ ഡ്രസ്സുകൾ കയ്യിനുറ കാലിനുറ പോലെയുള്ള ധരിക്കുമ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമുക്ക് സൂക്ഷിക്കാനും പ്രയാസം ഉണ്ടാകുന്നത്. ഇനി സ്ത്രീ ഇങ്ങോട്ട് വന്നാണ് തൊട്ടത് എന്ന കാര്യം വളരെ വ്യക്തമാണ്, ഉറപ്പുണ്ടെങ്കിലോ എന്നാൽ ഒളു മുറിയയില്ല എന്ന് മഹാനായിരിക്കുന്ന ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന് ഒരു അഭിപ്രായമുണ്ട്. ഇങ്ങോട്ട് തൊട്ടാൽ ഒളു മുറിയുകയില്ല. അതായത് മൽമൂസ് തൊടപ്പെട്ടവന്റെ ഒളു മുറിയയില്ല. ഇങ്ങോട്ട് ഒരു പെണ്ണ് വന്ന് തൊട്ടാൽ ആ പെണ്ണിന്റെ ഒളു മുറിയുന്നത് ആണിന്റെ ഒളു മുറിയയില്ല. പക്ഷെ അതെന്താവണം, ഇങ്ങോട്ടാണ് തൊട്ടത് എന്ന കാര്യം ഉറപ്പ് വേണം. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ രണ്ടും ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ രണ്ടുപേരുടെയും ഒളു മുറിഞ്ഞു. സവാവനിൽ ലാമിസുൽ മൽമൂസ് തൊട്ടാളും തൊടപ്പെട്ടാളും സംഭവം. അതേ സമയത്ത് നാം മുമ്പിലൂടെ അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്നൊരു പെണ്ണ് വന്ന് വേക്കിലൂടെ വന്ന് അവളുടെ കൈ അതല്ലെങ്കിൽ അവളുടെ കാല് നമ്മുടെ ശരീരവുമായി സ്പർശനം ഉണ്ടായി മുബാശരത്തുണ്ടായാല് അവളുടെയാണ് ഒളു മുറി, നമ്മുടെ ഒളു മുറിയുകയില്ല. അതൊരു കൗലാണ്, ഒരു അഭിപ്രായമാണ്. വെറുപത്തിന്റെ ഘട്ടങ്ങളിൽ അങ്ങനെ ഉറപ്പുള്ളിടത്ത് നമുക്ക് അത് ഉൾക്കൊള്ളുകയും ചെയ്യാം. ആ കൗല് നമുക്ക് ഉപയോഗപ്പെടുത്താം, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മഹാന്മാരായിരിക്കുന്ന ഫുഖഹായിൽ നിന്ന് ചിലർ പറയുന്നു, ചില ആളുകളൊക്കെ പറയാറുണ്ടല്ലോ മദ്ഹബ് മാറാ മദ്ഹബ്, എന്ത് മദ്ഹബ്, ഏതെങ്കിലും ഒരു മദ്ഹബ്, ഈ ഉള്ള മദ്ഹബ് തന്നെ ശരിക്കും നമുക്കറിയാത്ത നമുക്ക് എന്ത് മദ്ഹബ് മാറല്ല, അങ്ങനെയൊന്നും പറഞ്ഞ് അതിനെ മോശമാക്കോ അല്ലെങ്കിൽ നിസാരപ്പെടുത്തുകയൊന്നും ചെയ്യരുത്. അതൊക്കെ നമുക്ക് പറയാൻ അർഹതയില്ല. നമുക്ക് മദ്ഹബ് മാറാനുള്ള യോഗ്യത വേണമെങ്കിൽ ഓരോ മദ്ഹബിനെ കുറിച്ച് ഫുള്ളായ വിവരങ്ങൾ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അത് മാറല്, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് പോയിട്ടുള്ള മദ്ഹബ് മാറലല്ല. അതേ സമയത്ത് മഹാനായിരിക്കുന്ന ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്, ഒരു സാധാരണക്കാരനായ ഒരു ആമിയായ ഒരു മനുഷ്യൻ, ഒരു ലോക്കലായ മനുഷ്യൻ, നമ്മളെപ്പോലെ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ എന്ന് മാത്രമല്ല ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന മിൻ ആമത്തിൻ നാസീൻ, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ഒരുപാട് ഹദീസുകളൊക്കെ ക്രോഡീകരിച്ചതായിരിക്കുന്ന മഹാനാണ്, ഉസൂലുൽ ഫിഖ് എന്ന് പറയപ്പെടുന്ന ഒരുപാട് ശാസ്ത്രത്തിന്റെ കിതാബുകളൊക്കെ രചിച്ചതായ മഹാനവറുകൾ പറയുന്നു, അന മിൻ ആമത്തിൻ നാസീൻ, ഞാനും ഒരു പൊതു മനുഷ്യനാണ്, സാധാരണ ലോക്കൽ മനുഷ്യനാണ്. അപ്പോ പ്രത്യേകിച്ച് അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയാനില്ലല്ലോ. നമ്മുടെ അമലുകളൊക്കെ ഏതെങ്കിലും ഒരു മദ്ഹബിനോട് യോജിച്ചു വന്നാലും നമ്മൾക്ക് സ്വീകാര്യതയുണ്ട്, അമൽ സഹിയായി എന്ന് പറയാം. ഒരു മദ്ഹബിനോട് യോജിച്ചതാവണം, അതായത് ഒരു മദ്ഹബിലും പെടാതായി പോകരുത്. അതിനെന്ത് വേണം? ഇപ്പൊ ഷാഫികളായിരിക്കണം നമ്മൾ, ഷാഫി മദ്ഹബിൽ ഇപ്പോൾ വുളു ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം സുന്നത്തുകൾ അതിൽ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും പൂർണ്ണമായി അംഗീകരിക്കണം. കാരണം ഇതിൽ സുന്നത്തായി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ മറ്റു മദ്ഹബിൽ നിർബന്ധമായി പറഞ്ഞതാ. മിസ്വാക്ക് ചെയ്യുക,
ബിസ്മി ചെല്ലുക, അതുപോലെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ശരിക്കും വരച്ചു കഴുകുക, ഇതൊക്കെ മറ്റു ചില മദ്ഹബിനെ കുറിച്ച് 4 മദ്ഹബിൽപ്പെട്ട ചില മദ്ഹബിൽ നിർബന്ധ. ആ നിർബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മൾ സുന്നത്തായിട്ട് ചെയ്താൽ മറ്റ് ഏതെങ്കിലും മദ്ഹബ് പ്രകാരം നോക്കുമ്പോൾ അവരുടെ അടുക്കൽ നമ്മുടെ വുളു സഹിയായിട്ടുണ്ട്, ആ ഇബാദത്തിലേക്ക് പ്രവേശിക്കാവുന്ന വുളു സഹിയായി. അപ്പോ നാം വുളു ചെയ്യുന്ന സമയത്ത് പിന്നെ അതുപോലെ വായിൽ വെള്ളം കൊടുക്കൽ നിർബന്ധമാണെന്ന് പറയുന്ന ഇമാമിങ്ങളുണ്ട്. വായിലും മൂക്കിലൊക്കെ വെള്ളം കയറ്റുക, മൂക്കിൽ വെള്ളം കയറ്റി അതിനെ പിഴിഞ്ഞു കളയുക, അതുപോലെ വായൊക്കെ ശരിക്ക് കൊപ്പളിക്കുക. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, അംബിയാ മുർസലുകളുടെ പ്രധാനമായ സുന്നത്തിൽപ്പെട്ടതും കൂടിയാണ്. കൈയൊക്കെ കഴുകുക, മുഖമൊക്കെ ശരിക്ക് കഴുകുക. മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ സൈഡുകളിലേക്ക് അല്പം കൂടി വെള്ളമൊക്കെ കയറ്റി കഴുകുക. തെഹജീലുൽ ഖുറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ഉമ്മത്തി യുദഅവന യൗമൽ ഖിയാമത്തി ഖുറം മുഹജ്ജലിന മിൻ ആസാരിൽ വുളൂ ഫമൻ ഇസ്തതാഅ മിൻകും യുതീല ഖുറതഹു ഫൽയഫ്അൽ. നിശ്ചയമായും എന്റെ ഉമ്മത്തിമാരെ അവരെ വിളിക്കപ്പെടുന്നതാണ് ഖിയാമത്ത് നാളില്. ഏത് രൂപത്തിലാ വിളിക്കപ്പെടുന്നത്? ഖുറം മുഹജ്ജലിന മിൻ ആസാരിൽ വുളൂ. വുളൂ ഉണ്ടാക്കിയ കാരണത്താൽ അവരെ കൈകാല മുഖങ്ങളൊക്കെ പ്രകാശിക്കുന്നവരായിട്ട് വിളിക്കപ്പെടും. കൈകാല മുഖം വെളുക്കുക എന്ന വെള്ളപ്പാണ്ടല്ല, പ്രകാശത്തിന്റെ പ്രകാശപൂരിതമായിട്ട് നല്ല പ്രകാശങ്ങളിൽ എങ്കലുണ്ടാകുന്നതാണ് മുഖത്തിന്. സൂര്യനെ പോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തിയായിരിക്കുന്ന പ്രകാശത്തോടു കൂടെയാണ് വിളിക്കപ്പെടുന്നത് പറഞ്ഞാൽ ആ പ്രകാശമായിട്ട് അവരെ മാത്രമേ കാണുകയുള്ളൂ. ലക്ഷക്കണക്കായ കോടിക്കണക്കായിരിക്കുന്ന ഉമ്മത്തിമാരുടെ പ്രവാചകന്മാരുടെ സമുദായം എങ്ങനെ കൂടി നിൽക്കുന്ന മശ്റാ ലോകത്ത് എന്റെ ഉമ്മത്തിമാരെ വേർതിരിച്ചറിയാനുള്ള അടയാളം അത് കയ്യും കാലും മുഖമൊക്കെ വെളുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഉളു ചെയ്തു എന്ന കാരണത്താൽ അവർ ഉളു ചെയ്തതായിരിക്കുന്ന കൈകളും ഓരോ മുഖങ്ങളും ഓരോ കാലുകളൊക്കെ വെളുത്തിരിക്കുന്നു. അവിടെയുള്ള കഴുകപ്പെടുന്നതായിരിക്കുന്ന അംഗം ശരീരത്തില് പിന്നെ കയ്യ്, അതുപോലെ മുഖം, കാല്, ഇതാണല്ലോ കഴുകപ്പെടുന്നതായിരിക്കുന്ന അംഗം. 6 ഫർളുകളിൽ നിന്ന് 4 ഫർളുകൾ, 3 അംഗങ്ങള് പ്രത്യേകമായിട്ട് നാം കഴുകുക. മുഖം കഴുകുക, 2 കൈ കഴുകുക, അതുപോലെ 2 കാല് കഴുകുക. പിന്നെ തല തടയാന്നുള്ളത് തടയലാണല്ലോ, അത് കഴുകിയാലും തടച്ച് വീടപ്പെടും. എങ്കിലും അതെന്തല്ല, അത് കഴുകലല്ലോ. 3 അവർ. അതേ സമയത്ത് നെയ്യത്ത്, അതുപോലെ തല തടയുക, തെർത്തീബ് എന്ന് പറയപ്പെടുന്നത് കഴുകലിൽപ്പെട്ടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കൈകാൽ മുഖം വെളുത്തവരായിട്ട് അവരുടെ മുഖവും കയ്യും കാലും ഒക്കെ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ടാവും. ആ രൂപത്തിൽ അവർ വിളിക്കപ്പെടും. അതുകൊണ്ട് ആരെങ്കിലും അവരുടെ മുഖങ്ങളും അവരുടെ കൈകളും കാലുകളൊക്കെ കുറച്ചുകൂടി ഉള്ള നിർബന്ധമായ ഫർളിനേക്കാണ് കയറ്റി കഴുകുക. മുഖത്തിന്റെ അതിർത്തി വിട്ടുകൊണ്ട് പെരടിയുടെ ഭാഗത്തേക്കും നെറ്റിയുടെ മേൽഭാഗത്തേക്ക് തലന്റെ സൈഡുകളിലേക്കും കാതിന്റെ സൈഡുകളിലേക്കൊക്കെ കുറച്ച് കഴുത്തിലേക്ക് കുറച്ച് ഇറക്കിയിട്ട് നല്ല ഉഷാറായി കഴുകട്ടെ. നമ്മളൊക്കെ ഉളുണ്ടാക്കുമ്പോൾ വളരെ പരിതാപകരമായ രൂപത്തിലാണ് ഉളുണ്ടാക്കുന്നത്, വളരെ പ്രയാസം. അതേ സമയത്ത് ടാപ്പൊക്കെ തുറന്നിട്ട് വെള്ളം ഇങ്ങനെ കളയാനോ ഒരു പ്രയാസമില്ല, അത് വെള്ളം ഇങ്ങനെ പേച്ച് പോയിക്കൊണ്ടിരിക്കുക. അത് ഈ തബ്ദീറുൽ മാവ്, ഇസ്രാഫുൽ മാവ് കൂടിയല്ല, തബ്ദീറുൽ മാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വെള്ളത്തിലുള്ള ഇസ്രാഫ് കറാഹത്താണ് ഉളൂ കുളിയുടെ സമയങ്ങളില്. ഇസ്രാഫ് എന്ന് പറഞ്ഞാല് ആവശ്യമില്ലാത്ത വെള്ളം പിന്നെ വെറുതെ കളയുക. എങ്ങനെ കളയാ? അവയവങ്ങളിൽ കഴുകിയിട്ട് കളയൽ കറാഹത്താണ്. അപ്പൊ വെറുതെ കളയലോ? ഉലവയാശത്തുൽ ബഹരി, സമുദ്രത്തിന്റെ സൈഡിൽ ഇരുന്നിട്ടാണ് ഉളു ഉണ്ടാക്കുന്നത്. ശക്തിയായി ഒലിക്കുന്ന ഒരു പുഴന്റെ സൈഡിൽ ഇരുന്ന് ഉളു ഉണ്ടാക്കുകയാണെങ്കിലും അമിതമായി വെള്ളം ഉപയോഗിക്കരുത്. അപ്പൊ 3 കഴുകിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും വെള്ളം എത്തി എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ 4ാമത്തെ ഒരു കഴുകൽ അവിടെ കഴുകുന്നത് ഇസ്രാഫാണ്. ഒല ഷത്തുൽ ബഹരി, അത് ബഹറിന്റെ അരികിൽ ഇരുന്നാണെങ്കിലും അത് പാടില്ല. അപ്പൊ വെള്ളത്തിന്റെ പരിമിതി കൊണ്ടല്ല അത് മതി എന്ന് പറഞ്ഞത്. അത് ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിന്റെ ചില പ്രത്യേകമായ നിയമങ്ങളുണ്ട്. ആ നിയമാനുസൃതമായിട്ട് ചെയ്താലേ അത് ഇബാദത്താവുകയുള്ളൂ. നമ്മളിങ്ങനെ തുറന്നിട്ടിട്ട് മുഖമൊക്കെ കഴുകി അവിടെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോവുക. ഈ വെള്ളം ചിലപ്പോൾ കാശ് കൊടുത്ത് വാങ്ങുന്ന വെള്ളമാണ്. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ അങ്ങനെയാണല്ലോ ഉണ്ടാവാറ്. ഹജ്ജിന് പോകുമ്പോ ശക്തിയായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടി അതാ. വെള്ളങ്ങളൊക്കെ വലിയതായിരിക്കുന്ന ലോറികളിൽ ടാങ്കറിലൊക്കെ കൊടുത്തിട്ട് വെള്ളം അടിച്ച് ശേഖരിക്കുന്ന വലിയ പൈസ കൊടുത്ത് ശേഖരിക്കുന്ന പൈപ്പ് വെള്ളങ്ങളൊന്നും ഹജ്ജിന്റെ സമയത്ത് മുഴുവനും ഉപയോഗിക്കാൻ ആവശ്യത്തിന് അത് മുഴുവൻ പ്രായോഗികം ഉണ്ടാവുകയില്ല. ആ ശേഖരിക്കുന്ന വെള്ളം നമ്മുടെ ശ്രദ്ധ കൊണ്ടിങ്ങനെ പോയാല് അതിനെന്ത് പറയും? ഇസ്രാഫ് എന്നല്ല പറയുക. വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ തോന്നിവാസങ്ങൾ ചെയ്യരുത്, നിങ്ങൾ അതിർത്തി വിട്ട് പ്രവർത്തിക്കരുത്. അള്ളാഹു തആല അതൊന്നും ഇഷ്ടപ്പെടുകയില്ല. തിന്നുന്നതിലും കുടിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഒന്നും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. അത് തബ്ദീറാവുന്നത് എങ്ങനെയാണ്? അത് നാം ചെയ്യുന്ന ആവശ്യത്തിനെ വിട്ട് ഒരാവശ്യം അതിൽ കാണുന്നില്ല.
വെള്ളം വെറുതെ ഇങ്ങനെ ഒഴുകി പോകുന്ന വല്ല ആവശ്യങ്ങളും കാണുന്നുണ്ടോ? കഴുകുന്നേരത്ത് കഴുകുക എന്നുള്ള ചിന്താഗതി ഇവിടെ ഉണ്ടെങ്കിൽ വെറുതെ വെള്ളം കഴുകുന്നിടത്തൊന്നുമില്ല. തെബദീറോ ഒരാ തുബദീർ ഇന്നൽ മുബദീരീന കാനൂ ഇഖ്വാന ശൈത്താനി ശയാത്തീനി വകാന ശൈത്താനു ലിറബ്ബിഹി ഗഫൂറാ. അള്ളാഹു പറയുന്നത് നിങ്ങൾ തെബദീർ കാണിക്കരുത്. അക്രമപരമായി നിങ്ങളുടെ സമ്പത്തുകളാവട്ടെ, സമയങ്ങളാവട്ടെ, നിങ്ങളുടെ വസ്തുക്കളാവട്ടെ ഒന്നും നിങ്ങളെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പൈശാചികമായ സ്വഭാവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നാം കഴുകുന്ന സമയത്ത് അല്പം കൂടിയൊക്കെ കയറ്റി മുഖമൊക്കെ ഒന്ന് കഴുകിയാല് എല്ലാ മദ്ഹബ് പ്രകാരം അവന്റെ ഒന്നു പൂർണ്ണമാവണം. അതോടുകൂടെ ശരി മുഖമൊക്കെ നിന്നെ ഒന്ന് ഇറച്ചു കരുതുക. വെറുതെ വെള്ളങ്ങൾ എറിഞ്ഞു വിട്ടുകൊണ്ടായില്ല. ഒന്നൊക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് ഇറച്ചാൽ മതി. വലിയ ചപ്പും ചവറും അതല്ലെങ്കിൽ നല്ല ഉരമുള്ളതായിരിക്കുന്ന ബ്രഷൊന്നും കൂടെ ഒന്ന് ഇറക്കണമെന്നില്ല. അതുപോലെ കൈ കഴുകുന്ന സമയത്ത് സാധാരണ നമ്മുടെ മുട്ടിന്റെ ഈ ഭാഗം തന്നെ ശരിക്കും നനയുകയില്ല. അപ്പോഴേക്കും കഴുകൽ നിർത്തി. പ്രത്യേകിച്ച് തണുപ്പൊക്കെ ഉണ്ടാവുന്ന സമയമാണത് ഇപ്പോ പറയാനുമില്ല. ഈ കൈ കാലൊക്കെ കഴുകുന്നിടത്ത് മഹാന്മാരായ ആളുകൾ സുന്നത്ത് പറയും.